അങ്ങനെയല്ല, രണ്ടുപേരും കൂടെ സമ്മതിക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നതാണ് ഇതിൽ. അപ്പൊ അങ്ങോട്ട് ഇരുന്നാ മതി. സ്വാമി ചോദിക്കും, അല്ല ആ സീറ്റിലേക്ക് അല്ല, അവിടെ ഇരുന്നാ മതി. ഞങ്ങൾക്ക് ഇതിലെടുക്കാൻ വേണ്ടിയാണ്. നമ്മുടെ കൂട്ടത്തിൽ കാണും. പെരുമ കൂടാതെ വെടിവെട്ടെന്നുള്ളൊരു വാക്കുണ്ട്. എന്ത് വേണമെങ്കിലും പറയാം, അപ്പൊ റെക്കോർഡ് ചെയ്യരുതെന്ന് പറഞ്ഞാൽ മതി. നമ്മളിപ്പോ തമാശ പറയുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും പറയുമ്പോ ഒരാളെ പറ്റി നമുക്ക് സത്യം പറയണല്ലോ. അത് ആള് ജീവിച്ചിരിപ്പില്ലെങ്കിലും ആളുകൾക്ക് ശേഷമുള്ളവരുണ്ടാവും. അവരൊന്നും ഇത് കേൾക്കരുത് എന്നുണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്യേണ്ടതെന്ന് പറയാം. പക്ഷെ ആ സത്യം കേൾക്കാൻ ഞങ്ങൾ റെഡിയാണ്. ഞങ്ങൾ ആരോട് റെക്കോർഡ് ചെയ്യില്ല. തമാശകൾ വേണമെങ്കിൽ തമാശകളും പറയാം. അത് സ്വാമി പറഞ്ഞു വരുമ്പോ അറിയാം ഇതൊക്കെ ഇവിടെ ഉണ്ടില്ലേ എന്നുള്ളത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് മുറുക്കാനുണ്ട്. അതിലേക്ക് ഒരു ചായ കുടിക്കുക. ആ ചായ കുടിച്ചിട്ട് നമ്മളൊരു മുറുക്കാൻ ഒരു സുഗന്ധ പുകയാണ്. ഇല്ല 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 ഇല്ല. അതായത് അതിനൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉത്തേജകം എന്ന് പറഞ്ഞാൽ അർത്ഥം മാറിപ്പോയി. അതെ മോനേട്ടൻ നമുക്ക് ആദ്യം ഈ മഹാവിദ്യത്തിൽ ഞാൻ കേട്ടിട്ടില്ല, അങ്ങനെ അവരെ പോകേണ്ടത്. പിന്നെ എന്നും ഇപ്പോഴും ഇവിടെ അങ്ങനെ മമ്മിയിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അന്നത്തെ ആ ഒരു ക്വാളിറ്റി ഇന്ന് ഇല്ല. എന്നാൽ വളരെ ആർഭാടാണ് ഒക്കെ ഉണ്ട്. അന്നത്തെ എല്ലാ പണ്ടൊക്കെ നല്ലതെന്ന് വെച്ച് പറയണതല്ല. അന്ന് കണ്ട മഹാന്മാര് ഇന്നും അവർ നമ്മൾ നോക്കണ ആൾക്കാർ, അന്ന് പങ്കിട്ട ആൾക്കാർ, അത്രയും സ്റ്റാർ വേയിലുള്ള ആൾക്കാർ ഇപ്പൊ വരുന്നില്ല. അപ്പോൾ കുറെ ആൾക്കാർക്ക് ആയിരിക്കാം, തോന്നുന്നില്ല. പക്ഷെ അന്ന് മോഹനേട്ടൻ ഒരു ഒറ്റ വ്യക്തി എന്നുള്ള ഒരു ഷോ തന്നെ എഴുതുന്നുണ്ടായിരുന്നു. പിന്നെ ഉണ്ടാവാൻ ഈ മാരുദ്രം എന്ന് പറഞ്ഞൊരു ആശയം അത് വരാൻ എന്താണ് അതിന്റെ പ്രചോദനം, എങ്ങനെയാണ് എന്തായാലും ആദ്യം ഉണ്ടായി അതൊന്ന് ഒന്നുകൂടി പറയാം. നന്ദി വരെ മാരുദ്രം വരാൻ പിന്നെ ചെയർമാനായിട്ട് ഇരിക്കുമ്പോഴാണ് തുടങ്ങി വെച്ചത്. മാത്രമല്ല അന്ന് ദിനത്തമ്പതി ഓർമ്മയുണ്ട്, ഇത് ഈ നാടിനും അമ്പലത്തിനും അഭിവൃദ്ധി ഉണ്ടാവുന്ന ഒരു ഗ്യാരണ്ടി പോലെ പറഞ്ഞിരുന്നു. അത് എത്രയോ മുന്നിലേക്ക് എത്രയോ ഗംഭീരമായിട്ട് അഭിവൃദ്ധി അമ്പലത്തിലുണ്ടായി. അവരെ പുതിയ ഒരു ബിൽഡിംഗ് കെട്ടിടം അങ്ങനെ തന്നെ സ്പോൺസർ വരാൻ ഇതിലും കൂടുതൽ എന്താ പറയുന്നത്? ഒരിക്കലും അഭിവൃദ്ധി സംശയമില്ല. അമ്പൂർ ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണം നിദാനം ആ ഒരു മാനുഗ്രഹമാണ്. അതിനുശേഷമാണ് പെട്ടെന്ന് എടുത്തു വെച്ച പോലെ അത് ബ്രാൻഡിലൊക്കെ ഉണ്ടായിരുന്ന നാടൻബ്രാൻഡിന്റെ കാലത്ത് ആരും ഓടും തിരിഞ്ഞൊക്കെ ചേർച്ചയുടെ കീഴിലായിരുന്നു. അപ്പൊ അന്നൊക്കെ എങ്ങനെയായിരുന്നു വെച്ചാൽ ഇവര് ഏറാപ്പാടിന്റെ അമ്പലം, താമരപ്പാടിന്റെ അടുത്ത് വരാൻ പോകുന്ന താമരപ്പാടിന്റെയാണ് ഏറപ്പാട് എന്ന് പറയും. അദ്ദേഹത്തിന്റെ വകയാണ് ഈ അമ്പലം. അപ്പൊ അവിടെയൊക്കെ അദ്ദേഹം തിരിഞ്ഞു നോക്കിയിരുന്നില്ല. ഒരാളുണ്ടായിരുന്നു കമ്മിറ്റിന്റെ ആരും അങ്ങനെ കാലഘട്ടമായിരുന്നു. എന്തിനാലും പറഞ്ഞാൽ ഇപ്പൊ അങ്ങനെ പറയാൻ പാടില്ല. നിലവിളക്കില് അടിയില് ഇഷ്ടിയക്കല്ല് വെക്കുക. ഇതിന് ഈ അതിലുണ്ടായ എണ്ണ മുഴുവനായിട്ട് കത്തിത്തീരാൻ വേണ്ടി ഒന്ന് ചെരിച്ചു വെക്കാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചത് എന്താ പറയുക, അതെന്താ ഇങ്ങനത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിന്ന് മാറിയിട്ട് പെട്ടെന്ന് ഒരു ശ്രദ്ധയ ഇപ്പൊ ഈ ഗുരുവായൂർ ക്ഷേത്രം കഴിഞ്ഞാൽ ചുറ്റുള്ള അമ്പലങ്ങളിൽ വെച്ച് നമ്പർ 1 മന്ദിരമാണ്. അപ്പൊ അതിന്റെ വരുമാനവും കാര്യങ്ങളും ഒക്കെ ഏതാണ്ട് ഗുരുവായൂർ അമ്പലത്തിന്റെ അടുത്തേക്ക് എത്തി തുടങ്ങി. അപ്പൊ അതിന്റെ അഭിവൃദ്ധി അതൊക്കെ വരാനുണ്ടായൊരു നിദാനമായിട്ടുള്ള കാര്യം ഈ മഹാരുദ്രം തുടങ്ങിയതിനു ശേഷമാണ് പെട്ടെന്നൊരു അപ്പൊ അതിനൊരു കാരണം അത് തുടങ്ങി വെക്കുമ്പോ മോഹൻദാസ് അവിടെ ചെയർമാനായി വന്നതിന് ശേഷമാണ് ഈ സംഭവം ഉണ്ടായത്. അപ്പൊ അതിനെ തുടങ്ങാനുണ്ടായ പ്രചോദനം അതിങ്ങനെ ഒരു ആശയം വരണം. അതെന്താണ് അതിന്റെ ഒരു കാര്യ സാഹചര്യത്തെ കുറിച്ച്
അതുകൊണ്ട് അന്ന് ഉണ്ണിയേട്ടനും കുടുംബവും കഴിഞ്ഞില്ലേ? സഹകരിച്ച ഒരു പരിപാടികളാണ്. ഉണ്ണിയേട്ടൻ്റെ കുടുംബത്തിനും കൂടി നമ്മുടെ മക്കളൊക്കെ വളരെ അതുകൊണ്ട് അത് സാധാരണ പറഞ്ഞാൽ മാത്രം നമുക്ക് സ്മരിക്കാതെ തുടങ്ങാൻ പറ്റില്ല എന്നാണ്. ഇതെന്താ സംഗതിച്ചാൽ എനിക്കൊരു അമ്പലത്തിൻ്റെ ചാർജ് കിട്ടിയപ്പോൾ അതിന് മുമ്പ് ഈ അമ്പലം കൈകാര്യം ചെയ്തിട്ട് ഒരു എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല. പറയുകയാണെങ്കിൽ ഓക്കെയാർ മേനോനില്ല, ഓക്കെയാർ മേനോൻ വാസുവേട്ടൻ്റെ ഒരു പ്രത്യേക ആഗ്രഹപ്രകാരമാണ് ഞാൻ ഏറ്റെടുക്കുമ്പോൾ മൂപ്പ എന്നോട് പറഞ്ഞ വാക്ക് എൻ്റെ കാലാവധി കഴിയാണ്, ഇത് പറ്റിയ ഒരാൾ എനിക്ക് വേണം. ഒരു സത്യസന്ധ ഇങ്ങനെ പറഞ്ഞ വാക്ക് സത്യസന്ധനായ ഒരാൾ വേണം. തന്നെയാണ് ഞാൻ അതിൽ കാണുന്നത്. ഞാൻ ബേസിക്കലി കോൺഗ്രസ്സുകാരനാച്ചാലും എല്ലാ കോൺഗ്രസ്സുകാരും ഞാൻ അംഗീകരിക്കില്ല. കാരണം അവർ ചെയ്യൊക്കെ ശരി എന്ന് ഞാൻ പറയാറില്ല. അതുകൊണ്ട് എന്നെ അവർ ഗുഡ് ബുക്കിലല്ല ഞാൻ. അപ്പോൾ അത് എനിക്ക് നല്ല അറിയാം. അപ്പോൾ ഞാൻ ഇതിനൊന്നും നടക്കാറില്ല, എന്തെങ്കിലും ആയിക്കോട്ടെ ഇനി നിൽക്കുള്ളൂ. അപ്പോൾ ഇദ്ദേഹം പറയാതെ താൻ നോക്കണ്ട, ഇതിന് അവിടേക്ക് വേണം. അത് ഞാൻ അതിൻ്റെ ഏർപ്പാട് കഴിഞ്ഞതുകൊണ്ട് എന്തുകൊണ്ട് മൂപ്പനാണ് ഈ സാധനം വെച്ചേക്കുന്നത്. മെമ്പറായപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ വലിയ പുലിവാലിലാണ് മെമ്പറായത്. മെമ്പറായി വന്ന ആ ചെയർമാനായപ്പോൾ തന്ത്രി ദിനേശ് നമ്പൂതിരിപ്പാട് അന്ന് ഇവിടെ വരാത്തൊരവസ്ഥ. ആ അമ്പലത്തേക്ക് ഞാനില്ല എന്ന് പറഞ്ഞ് പ്രതിജ്ഞ ചെയ്ത സമയത്താണ് ഞാൻ കേട്ടത്. കാരണം ഒരു അഷ്ടമംഗല പ്രശ്നം നടത്തിയിട്ട് ഒരുപാട് പരിഹാരക്രിയകളും ഷൺമോഹൻ മാസ്റ്റർ നേതൃത്വം വെച്ച് അതിൻ്റെ കൊടുത്തു. ദേവസ്വം അത് നടത്താൻ തീരുമാനിച്ചു, അത് ഡേറ്റ് ഫിക്സ് ചെയ്തു, കാര്യങ്ങളൊക്കെ നീക്കി. ഒരാഴ്ച മുമ്പ് വന്നിട്ട് അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ ഒന്ന് പറയുകയാണ് ഇവിടെ ഇപ്പം നടക്കില്ല എന്ന്. അപ്പോൾ അന്ന് ദിവാകരൻ നമ്പൂതിരിപ്പാട് കരുണാകരനെ ഏറ്റവും അന്നത്തെ കമ്മീഷനായിട്ട് വലിയ അടുപ്പാണ്. അപ്പോൾ എന്താ ഇങ്ങനെ നടക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കരുണാകരനായിട്ട് വലിയ ബന്ധമാണ്, വേണമെങ്കിൽ വലിയ തടസ്സം വാങ്ങിച്ചാൽ അദ്ദേഹത്തിനോട് പറഞ്ഞ് പിന്നെ കാണാൻ വരാറുണ്ട് പറയാം. അതല്ല, അത് ശരിക്കും വലിയൊരു താന്ത്രിക പണം ചെലവാക്കുന്നതിന് HRMC-യിൽ അതിന് വകുപ്പില്ല. ഇന്ന് വരെ ഒരു വലിയ ഇൻഷുറൻസ് അങ്ങനെ ഇല്ല. അപ്പോൾ പാസ്സാവില്ല. അതിന് ഞാൻ പറഞ്ഞുള്ളൂ, മുഖ്യമന്ത്രിയായിട്ട് ഞാൻ പറയാം, മുഖ്യമന്ത്രിയായിട്ട് നടക്കാത്ത കാര്യമുണ്ടോ. അപ്പോൾ അതും ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞൊരു ജാതി ഏർപ്പാടൊക്കെ. അപ്പോൾ അദ്ദേഹം കുറച്ച് കൊടുത്തു ദിവാനമ്പരിപ്പോ നിങ്ങൾക്ക് തലേദിവസം വന്നിട്ട് വലിയ വേണ്ട എന്നൊക്കെ പറയാം. ഞാനതൊരു 6 മാസം മുമ്പ് ഇതേ വേണ്ട 124 അതിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് അവരോട് അവരുടെ ചീസൊന്നും പറയില്ല, നമുക്ക് പറഞ്ഞോ. പക്ഷേ അതൊരു ദേവനായിട്ടുള്ള കോൺട്രാക്റ്റാണ്. ദേവനോട് പറയാൻ ഞാൻ നടത്തുന്നത് പ്രാർത്ഥിച്ചിട്ടാണ് ഇവർ പോവുക. അതിൻ്റെ ഒരു ഇതായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് വിരോധമുണ്ട്. അപ്പോൾ നിങ്ങൾ തീരുമാനം എന്താണ് വെച്ചാൽ ഞാൻ ഒന്നുമില്ല എന്ന് തീരുമാനം അദ്ദേഹം വരില്ല. അങ്ങനെയില്ല, വരാണ്ടിരിക്കുക. അപ്പോൾ എനിക്കിപ്പോൾ ആദ്യം ചെന്ന് പക്ഷേ തലയില്ലാതെ ഇരിക്കണം അമ്പതയാണ് പെട്ടത്. അതുപോലെ ഞാൻ താഴികക്കോടും വിട്ടില്ല, താഴികക്കോടുമില്ല. ഈ കലശത്തിൻ്റെയൊക്കെ ഈ ആക്രമണ പക്ഷത്തിൻ്റെയൊക്കെ സാധനങ്ങൾ വാങ്ങിയിട്ട് അവിടെ ഇരിക്കുക, ചാർജ് വാങ്ങിയിട്ട് ഇത് ചെയ്തില്ല. ഒരുപാട് പരിഹാരക്രിയകളില്ല. അപ്പം നമ്പൂരി പണം ഇങ്ങനെ മുമ്പിൽ കൂട്ട ദിനേശ് അവരും ദിവാനും രണ്ടാളും ഒന്നിക്കൊന്ന് അരം പ്രസാരം കിന്നരം എന്ന് പറഞ്ഞ പോലെ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കണിശാണ്. അപ്പം ഞാൻ നിരന്തരമായിട്ട് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകും. വലിയ പോയിങ്ങനെ പറഞ്ഞ് ദിവസം ഞാനൊരു കമ്മിറ്റഡാണ്. ഇതൊക്കെ പിന്നാലെ നടന്ന് അതുകൊണ്ട് ക്ലിക്ക് ഇട്ടു ഒന്നുമല്ല. അപ്പം മൂപ്പരുമായി താൻ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ തനിക്ക് ഇതൊരു ആവശ്യമുള്ള തോന്നുന്നുണ്ടല്ലോ എന്ന് തോന്നി പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാം. അത് പറഞ്ഞാൽ ഒരു വകുപ്പുണ്ടെന്നാണ് വകുപ്പ്. ഒരു കാര്യം ചെയ്യും, ഒരു പഴയ കമ്മിറ്റിക്കാരെ കൊണ്ട് ഒരു പ്രായശ്ചിത്തം ചെയ്യിക്കാം. അതായത് വിളിച്ചു ചൊല്ലി പ്രായശ്ചിത്തം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അവരെ കൊണ്ട് പറ്റുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അവർ ചെയ്യാത്ത കൂട്ടാണുള്ളത്. അവർ ഈ പ്രായശ്ചിത്തം ചെയ്യുമെന്ന് അറിയില്ല. ഞങ്ങൾ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഞങ്ങളൊരു വിളിച്ചു ചൊല്ലി പ്രായശ്ചിത്തം ചെയ്യിപ്പിച്ചാണ് ഇദ്ദേഹത്തിന് കൊണ്ടുവന്നത്. അവിടുന്ന് അങ്ങനെ ഞാൻ ആദ്യമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു ഇവിടെ കൂടുതലായിട്ട് ചീത്താക്കുന്നത് ധാര, ശിവങ്കലി ഏറ്റവും കൂടുതൽ ധാരയാണ് വഴിപാട് വരാം. ഇവിടെ ഈ തിരുമേനി 9 മണിക്കൊരു ചെറിയ കുളത്തിൽ ധാര കഴിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ചെയ്യാതെ അങ്ങനെ ഇരുന്നാൽ നടത്തിപ്പാക്കുന്നതിൻ്റെ ദോഷമില്ല. ഞാൻ അങ്ങനെ ചിന്തിക്കാനാണ്. അപ്പോൾ എന്താ ഇതിനൊരു പരിഹാരം വെച്ചു?
നമുക്ക് പരമാവധി ധാരം കൂട്ടാം എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ തിരുമേനി പറഞ്ഞു, തിരുമേനി പറഞ്ഞൊക്കെ ഞാൻ ഇതാ അങ്ങനെയുണ്ട്. അതിനും ആദ്യം ഈ ശരിക്ക് അതിൻ്റെ അല്ല വേണ്ടത് കർപ്പൂരാദി സഹസ്ര കലശം നടത്തിയാണ്. അത് വലിയല്ലോ, അന്ന് ഈ പണിയൊന്നും അറിഞ്ഞില്ല. കർപ്പൂരാദി സഹസ്ര കലശം നമ്മളുടെ ഉദ്ദേശം ഒരുപാട് അഭിഷേകങ്ങൾ ദേവനിലേക്ക് വരിക എന്നുള്ളതാണ്. അങ്ങനെ ഇത് കഴിഞ്ഞ് ഞാൻ കമ്മീഷൻ നാരായണൻകുട്ടി സാറിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അന്ന് ഇപ്പോഴും പറഞ്ഞ ഭർത്താവിനെ മൊബൈലിനോട് പറഞ്ഞു, അത് ഇത്രയും വലിയൊരു ഫൈനാൻഷ്യൽ ബർഡൻ ദേവസ്വം എടുക്കില്ല, അച്ചാറൻസിയുടെ കീഴില എടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഭരണാനുമതി തന്നൂടെ, പൈസ ഒന്നും തരില്ല, പൈസ തരില്ല, പൈസ ഞങ്ങൾ ആഫീസുണ്ട്, ആ ബാക്കി പൈസ പഠിക്കാം. അപ്പോൾ ഭരണാനുമതി എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളത് അതില്ല എന്ന് പറഞ്ഞാൽ അതിന് ഭരണാനുമതി വാങ്ങിച്ചിട്ടാണ്. ഇതൊക്കെ ഇല്ലയെന്ന് വേണ്ടെന്നൊക്കെ പറഞ്ഞ് പോകാൻ ആൾക്കാർക്ക് സൗകര്യവസാനം. അല്ലോ അവർ തന്നില്ലട്ടാ, അവർ അനുമതി ചെയ്തിട്ടുണ്ട്. ഞങ്ങളൊക്കെ ചെയ്യാൻ ചോദിക്കാനൊക്കെ ഒരുപാട് അവസരങ്ങളാണ്. അപ്പം ഞാൻ അങ്ങനെ ജീവിച്ചില്ല, ഞാൻ തന്നെ നടത്തണം. അപ്പോൾ ഞാൻ 3 മാസം ഞാൻ ബാങ്കിലായിരുന്നു, 3 മാസം ലീവ് എടുത്ത് ഇതിനായിട്ട്. ഞാൻ മാത്രമല്ല, എൻ്റെ ഒക്കെ ചെറിയ ടീമുണ്ടായിരുന്നു, അവരൊക്കെ മാനാക്കൊക്കെ. ഇത് കഴിയുമ്പോൾ 5 ലക്ഷം തൊട്ട് അങ്ങനെ തിരിച്ചെടുത്തു. ആ ഒരു സാധനം അന്ന് ആൾക്കാർക്ക് ചില കൂട്ടർക്ക് എന്നോട് ദേഷ്യം ഉണ്ടായിരുന്നു. കാരണം ഞാൻ മീറ്റിംഗ് വല്ലാതെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചത് ഈ ബാറ്റ് കുത്താൻ ഈ അവസരം കൊടുക്കില്ല. എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. ഈ ബാറ്റ് കുത്താൻ വേണ്ടി വരുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, അവരെ എനിക്ക് വലിയൊരു താല്പര്യമില്ല. കാരണം അല്ല, അതാ ബാറ്റ് കുത്തിയത് മാത്രമേ വലിയ വലിയ അഭിപ്രായം മീറ്റിങ്ങിൽ പറയും. സ്വർണ്ണം കൊണ്ട് കൊട വെക്കണ്ട എന്ന് പറഞ്ഞാൽ ആ ചെങ്ങായി പിന്നെ കാണാൻ ഈ കൊട ഇരിക്കണമെന്നൊക്കെ ആ ജാതി കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അത് ഞാൻ അവരെ ധിക്കരിക്കാനൊന്നും പോകാനില്ല, എനിക്ക് അവരെ അറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, പ്രവർത്തിക്കുന്ന കൂട്ടർ പതുക്കെ അതിന് ആദ്യം നമുക്ക് സംസാരിക്കണമെങ്കിൽ ഈ ദ്രവ്യങ്ങളല്ലേ, ആ ദ്രവ്യങ്ങളൊക്കെ ഒതുക്കി. വളരെ ബുദ്ധിമുട്ടില്ല, വളരെ ബുദ്ധിമുട്ടി ദൈവം ഒതുക്കി. കാരണം അന്നൊക്കെ ഇവിടുത്തുള്ള ഈ ഇതില്ല, മല്ലുമുണ്ടില്ലേ, ഇന്നും നമ്പൂരിയാരെ വീട്ടിൽ സൂക്ഷിക്കില്ല. അങ്ങനത്തെ ഒരു മണ്ട. ഈ സൗന്ദരാജ എന്നൊരു കോളേജ് മധുര ത്യാഗരാജ, അതിൻ്റെ ഉടമസ്ഥ കണ്ണൻ അത് പഠിച്ചു. അദ്ദേഹമാണ് കമ്പ്യൂട്ടർ എക്സ്പോർട്ട് ക്വാളിറ്റി മല്ലതാണ് കംപ്ലീറ്റ്. എത്ര ആവശ്യമുള്ള വെച്ചാൽ അതിൽ തോന്നുന്നു. അതിപ്പോഴും ഒരു ഷർട്ട് നിന്നിട്ടുണ്ടായിരുന്നു പറയും ആ മല്ലുണ്ട്, അത്ര നല്ലതല്ല. അങ്ങനെ എല്ലാം ഓരോ ഭാഗ്യം കൊണ്ട് ദൈവത്തിൻ്റെ വലിയ ആ സമയത്തുള്ളൊരു കൂട്ടായ്മ കൊണ്ടൊക്കെ കിട്ടി. ഇതൊക്കെ കിട്ടി നോക്കുമ്പോൾ അന്ന് ആൾക്കാർക്ക് ദ്രവ്യങ്ങളാണ് അത് തട്ടിലൊക്കെ നടത്താം. നടുവിലൊക്കെ ഒട്ടിന് മാത്രം നെയ്യ്, ബാക്കിയൊക്കെ വെള്ളം. അങ്ങനെ ഈ നാട്ടിൽ കൂട്ട് കുറേ ഉണ്ട്, ആൾക്കാർക്ക് ഇതൊന്നും അറിയില്ലല്ലോ. 11 ദ്രവ്യങ്ങൾ. 11 ദ്രവ്യങ്ങൾ, എല്ലാറ്റിലും ദ്രവ്യങ്ങൾ. 121 കുഴപ്പനും ദ്രവ്യങ്ങളാണ്. നെയ്യ്, പാല്, മറ്റേ ഇളനീര്, പനിനീര്, കരിനീര്, നാരങ്ങീര്, തേൻ, അങ്ങനെ തുടങ്ങി 11 അങ്ങനെ 11 എണ്ണത്തിന് 11 ഇരട്ടിയാണ് 121 കുടം. ഈ 121 കുടത്തിൽ ഒക്കെ നടത്തിയുള്ള പരിപാടികളാണ് ചെയ്യുന്നത്. അതും അതിനോടൊപ്പം തന്നെ ഞാൻ നമ്പൂരിപ്പാടിയിട്ട് കുറച്ച് അടുപ്പുകൾ കൊടുക്കാറില്ല. നമ്മളോട് സംസാരിക്കുമ്പോൾ എനിക്ക് ആരായിട്ട് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ചോദിച്ചു, നമ്പൂരിപ്പാടി ഇപ്പോൾ ഈ നമ്പൂരിപ്പാടിക്ക് രാവിലെ 9 മണിയായാൽ ഒരു പണിയില്ല. 9 മണി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇവർക്ക് പണിയുള്ളൂ. അതുപോലെ ഇവരിങ്ങനെ നടക്കില്ലേ, ഇവർക്ക് എന്താ ഒരു പണി കൊടുക്കുക. അപ്പോൾ കഴിഞ്ഞാൽ എല്ലാ ഉപദേവന്മാർക്കും രക്ഷാക്കാൻ. അപ്പോൾ അതൊന്നുമില്ല നോക്കാം, എല്ലാ ഉപദേവന്മാർക്കും രക്ഷാക്കാം. നാഗങ്ങൾക്ക് എന്നും സർപ്പമല്ലേ, എനിക്ക് വൈകുന്നേരം ഇവിടെ എൻഗേജാക്കി. അവർക്ക് നമുക്ക് അഡീഷണൽ പൂവ് മാത്രമേ ചെലവുള്ളൂ. ബാക്കി നമ്പൂരിയാർ പണി ഇരിക്കാൻ വെറുതെ വർത്താനം പണിയില്ലേ. അപ്പോൾ അവർക്ക് ആ പണി കൊടുക്കും. രാവിലെ 10 മണി മുതൽ 5 മണി വരെ സാംസ്കാരിക സമ്മേളനം. വെറുതെ കാട്ടി കൂട്ടുന്ന കുറേ ആൾക്കാരെ, രാഷ്ട്രീയക്കാരെ, മറ്റൊരു അങ്ങനത്തെ കേസല്ല. ഞാൻ രാഷ്ട്രീയം ഉണ്ടെങ്കിൽ അതും സാംസ്കാരിക സമ്മേളനം 10 മുതൽ 5 മണി വരെ എന്നും ആധ്യാത്മിക ഓരോ വിഷയം ആയുർവേദം. അത് ഏറ്റവും അദ്ദേഹം ഇരിങ്ങാലക്കുട സംഘവേദി അധ്യാപകർ, ഓരോന്നിനും മിടുക്കന്മാര്. പക്ഷെ മിടുക്കന്മാരായിരുന്നു എല്ലാം മാത്രമല്ല, ഇനി അത്രയും പ്രഗത്ഭന്മാരെ ഇങ്ങനെയുള്ള വേദിയിൽ കാണുന്നതും ഈ നാട്ടിൽ ആദ്യം സമയത്തുള്ളൂ. സുകുമാരഴിക്കോട്, മറ്റേ ആരോഗ്യം എന്താ
അല്ലല്ല, മറ്റേ വലിയ ആറാമ്പരാണ്ടായിരുന്നു. പിന്നെ വൈദ്യങ്ങളും തമ്പുരാട്ടി നമ്മളെ പിന്നെ അങ്ങനത്തെ ഓരോ വിഷയങ്ങളിലും അതിന് മിടുക്കന്മാരാണ്. എനിക്ക് അല്ല അതൊന്നും ഓർമ്മിക്കേണ്ട ആവശ്യമാണ്. ഈ പറഞ്ഞ ഈ ഓർമ്മിക്കൊന്നും പേര് പറയും. ഒന്ന് മാറാൻ നമ്പരാണ്, തമ്പുരാട്ടും തമ്പുരാട്ടിയും പിന്നെ സുകുമാർ ഡോക്ടർ ഗോപാലകൃഷ്ണൻ പിന്നെ വിഷവൈദ്യത്തിന്റെ പിന്നെ ഈ ചട്ടമ്പിസ്വാമികളുടെ ഒരാളുണ്ടായിരുന്നു. ചട്ടമ്പിസ്വാമികളുടെ ആശ്രമത്തിൽ വളരെ ഒരുപാട് ആൾക്കാർ എല്ലാവരും ബന്ധപ്പെട്ട ഗോപാലകൃഷ്ണൻ ആദ്യമായിട്ടാണ് ഗുരുവായൂർക്ക് വരുന്നത്. അതിന് മുമ്പ് അന്നത്തെ പ്രസിഡന്റും അല്ല. എനിക്ക് എന്തുകൊണ്ടോ ഇദ്ദേഹത്തെ കുറിച്ച് അറിവ് കിട്ടി. അപ്പം ഞാൻ ഡയറക്റ്റ് ഫോൺ ചെയ്യുന്നു, പരിപാടിയുണ്ട്, അപ്പം ഒന്ന് തിരക്കില്ലാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അദ്ദേഹം ഇഷ്ടമായിട്ട് പറഞ്ഞതൊക്കെ ഉണ്ടോ ഒരു 5 മിനിറ്റ് മുമ്പ് സംസാരിക്കാൻ വിളിക്കായിരുന്നു. കാരണം എനിക്ക് ഞാൻ തിരുവനന്തപുരത്താണ്, പയ്യസാറുകളാണ്. ഇവിടെ എത്തണമെങ്കിൽ 6-7 മണിക്കൂർ വേണം. ഇത് കഴിഞ്ഞാൽ അങ്ങോട്ട് എന്തെങ്കിലും വേണം. ഈ 5 മിനിറ്റിന് വേണ്ടി ഞാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും നഷ്ടം എനിക്കും നഷ്ടം. അപ്പോൾ ആ പരിപാടിക്ക് ഇല്ല, സാറിന് എത്ര 10 മിനിറ്റ് കിട്ടുള്ളൂ. ഈ മിനിമം 3 മണിക്കൂർ വേണം. ഹിന്ദു ശാസ്ത്രീയ വശങ്ങൾ, ഹിന്ദു മതത്തിലെ ശാസ്ത്രീയ വശങ്ങൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ വിഷയം. നമ്മളെ വെളിപ്പാട് സംസാരിക്കും. അന്നുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. അദ്ദേഹം ഞാൻ ഈ മൂപ്പരെ കണ്ടില്ല, ഫോണിലൂടെ വിളിക്കാം. പാൻറ് ഇട്ടിട്ട് വരും. അപ്പോൾ ഈ മോഹനങ്ങൾ വന്ന പോലെ വരും. മൂപ്പര് ആൾ ഇരിക്കുന്നുണ്ട് അവിടെ, നോക്കിയിരിക്കുന്നു. അപ്പോൾ ഞാൻ ഏകദേശം നമുക്ക് നടക്കുമ്പോൾ ആരും ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ സോറി ഞാൻ അറിയില്ല എന്ന്. അത് കുഴപ്പമില്ല. ഇതൊക്കെ ഈ പ്രസംഗിക്കാൻ കഴിയുമ്പോൾ അദ്ദേഹം പ്രസംഗിച്ച വാക്കും എനിക്ക് ഓർമ്മയില്ല. ഞാനിവിടെ പാൻറ്റൊക്കെ ഇട്ട് വരുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ചോദിക്കും എന്താണ് ഈ അമ്പലത്തിൽ പ്രഭാഷണത്തിനൊക്കെ പാൻറ്റും ഒക്കെ ഇട്ട് വരുന്നത്. ആരും ചോദിച്ചില്ല. അപ്പോൾ ഞാൻ തന്നെ എന്നെ മറുപടി പറയാം. ആൾക്കാർക്ക് ധാരണയുണ്ട് പാൻറ് ഇട്ടാൽ ഈ ആചാര്യത്തെ ചിന്ത വരില്ല എന്ന് പറയും. ചില കൂട്ടർ വിചാരിച്ചൊക്കെ 4 ദിവസം ഇട്ടാലേ ഇത് വരുള്ളൂ എന്ന്. ഇത് 2 സത്യമല്ല എന്നാണ് എൻ്റെ അറിവ്. അത് പാഴിക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ വന്നത് വലിയ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് മൂപ്പിലോട് തോന്നി. ഇന്ന് കമ്മ്യൂണിസത്തിൽ 2 തരം എന്ന് പറഞ്ഞ വാക്കുകൾ കൊല്ലമായിട്ടാണ്. അന്ന് പറഞ്ഞ 2 തരക്കാരാണ് ലോകത്തിലുണ്ടെന്ന് കാർൽ മാർക്സ് ഉണ്ട്. ഉള്ളവരും ഇല്ലാത്തവരും. പക്ഷെ അത് മുഴുവൻ ശരിയല്ല. ഭാരതത്തിനൊരു വലിയ വിഭാഗം ഉണ്ടായിട്ട് വേണ്ട എന്ന് വിചാരിച്ച വലിയ വിഭാഗത്തിൻ്റെ അത്യധ്വാനം, അവരുടെ ചിന്തകളും അവരുടെ വാസനയും ഫലമായാണ് ഭാരതത്തിൽ നിന്ന് ശാസ്ത്രവും നമ്മൾ പറയുന്നത്. നമ്മുടെ ആചാര്യന്മാരും നമ്മുടെ ഋഷീശ്വരന്മാരും വേദങ്ങളായി എന്തുണ്ടാക്കിയതും ഇതൊന്നും ആവശ്യപ്പെടാത്തത്. അവർക്കൊന്നും വേണ്ട. അങ്ങനത്തെ തലമുറയുടെ പിൻഗാമികളാണ് നമ്മൾ ലോകത്തിന് അറിയിച്ചു കൊടുക്കേണ്ട ആവശ്യം. അപ്പോൾ ഉണ്ടായിട്ട് വേണ്ട എന്ന് വെച്ച ഒരു വിഭാഗമാണ് ഭാരതത്തിൻ്റെ സൈക്കിൾ എന്നൊക്കെ ഞങ്ങൾ പറയണ്ടേ. അത് നന്നായി ഓരോ വിഷയത്തിൽ അന്നൊക്കെ ആ ഇനത്തിൽ ഏറ്റവും പ്രഗത്ഭന്മാരായ കൂട്ടരെ ആദരിക്കൽ ചടങ്ങുണ്ടായി. അന്ന് ആ വൈദ്യശാസ്ത്രത്തിൽ അതിൽ ഏറ്റവും വലിയ അത് ഇരിങ്ങാലക്കുള്ള ഒരു വിഷമം. അപ്പൊ അങ്ങോട്ട് ഓഡിയൻസ് ചോദിക്കായിരുന്നു അവസാനം. അപ്പൊ അങ്ങോട്ട് ചോദിച്ചോ പറഞ്ഞപടി അയാൾക്ക് ബീഫ് കഴിച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അത് കഴിക്കുമ്പോൾ ഭയങ്കര പ്രശ്നം. എന്തായാലും വൈദ്യുതി ചോദിച്ചു. അത് നിസ്സാരല്ലേ വരുള്ളൂ, കഴിക്കാതിരിക്കുക. അതല്ലേ ഉള്ളൂ. അങ്ങനെ രസമായാലും ചാലക്കുടി അദ്ദേഹം ആയുർവേദത്തിന്റെ വലിയ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടിട്ടുണ്ട്. ഇതുപോലെ അദ്ദേഹത്തിന്റെ അതാണ് അതിന്റെ സമർത്ഥിക്കുന്നത്. ആ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കുന്നതാണ്. കാര്യം ബുക്കിലുള്ളതാണ്. പക്ഷെ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് പറയാം. ഈ ബിഷഗുരവന്മാര് എന്ന് പറഞ്ഞാൽ ഡോക്ടർമാര്, വൈദ്യന്മാര്, അവർ ഈശ്വര സേവ ചെയ്യണം, ഈശ്വരനെ ഭജിക്കണം. എന്തിനു വേണ്ടി, എന്തുകൊണ്ട് ഭജിക്കണം. അതാണ് അപ്പൊ സംശയം. അപ്പൊ അദ്ദേഹം പറയാണ് ഈ
ഈ ബിഷക്കൂരന്മാര് വൈദ്യന്മാര് ചെയ്യുന്ന ധർമ്മം, അവരുടെ ജോലി എന്താ? ഒരു ആളെ കിട്ടിയാൽ, ഒരു രോഗിയെ അവരുടെ മുമ്പിൽ എത്തിയാൽ അയാളെ പരിശോധിച്ച് ആ രോഗം നിർണയിച്ച് ആ രോഗത്തിന് പറ്റിയ ഔഷധങ്ങൾ കൊടുത്ത് ആ രോഗത്തിന് ഇല്ലായ്മ ചെയ്യലാണ് അവരുടെ ധർമ്മം. ഇതാണല്ലോ അവരുടെ ധർമ്മം. അപ്പോൾ ഈ രോഗം എങ്ങനെ അവർക്ക് വന്നു? ആ രോഗം അവർക്ക് വരാൻ കാരണം ആയുർവേദ വിധിപ്രകാരം പറയണത് അവര് ചെയ്ത മുൻജന്മ ദുരിതങ്ങൾ ആണ് ഈ രോഗങ്ങളായിട്ട് വരുന്നത്. ദുരിതങ്ങൾ, പാപങ്ങളാണ് അത്ര അവർക്ക് ഈ ജന്മത്തിന് ഈ രോഗങ്ങളായിട്ട് ഭവിക്കുന്നത്. അപ്പം അതിനു വേണ്ടി അങ്ങനെ അവർ ചെയ്യുന്ന ദുരിതങ്ങൾക്കും പാപങ്ങൾക്കും ശിക്ഷയായിട്ട് ഈശ്വരൻ കൊടുക്കുന്നതാണ് ഈ രോഗങ്ങൾ. അപ്പം ഈ ഈശ്വരൻ കൊടുക്കുന്ന ശിക്ഷേനെ ഈ വിഷഗ്ധരന്മാര് ഔഷധം കൊടുത്തിട്ട് അതിനെ ഇല്ലാതാക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഈശ്വരന്റെ കോപം ഈ വൈദ്യന്മാരിലേക്ക് വരും. ഞാൻ കൊടുക്കുന്ന ശിക്ഷ അയാൾ തടയണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വരും. അപ്പൊ അതില്ലാതെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് ആദ്യം ഈശ്വരനെ സേവിക്കണം, എന്നിട്ട് അനുഗ്രഹം വാങ്ങിയിട്ട് വേണം ചികിത്സിക്കാൻ. അപ്പോൾ വേണ്ട പോലെ ഇതാണ് അദ്ദേഹത്തിന് നല്ലൊരു പോയിന്റാണ്. ചട്ടമ്പിസ്വാമികളൊന്നും നല്ലതായിട്ട് പറഞ്ഞു. അയാളുടെ വിഷയം ആരാണ് ഞാൻ, നമ്മുടെ വിഷയം ആരാണ് നിങ്ങൾ എന്നുള്ള അറിയലാണ് ജീവിതത്തിലെ ഏറ്റവും വേണ്ടപ്പെട്ട കാര്യം. നമുക്ക് പലർക്കും നമ്മൾ ആരാണെന്ന് അറിയില്ല. ആദ്യം അറിയേണ്ടതാണ്. അതാണ് കല്യാണം, കാലാണ്, മൂക്കാണ്, അതൊക്കെ പറഞ്ഞിരിക്കാൻ നമ്മൾ ആരാന്നുള്ള സത്യം നമുക്ക് അറിയാൻ താല്പര്യമില്ല. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, പക്ഷെ നമ്മളതൊന്നും മനസ്സിലാക്കൂല, മനസ്സിലാക്കാൻ പറ്റൂല. അങ്ങനെ മഹാന്മാരെ ജീവിതത്തിൽ ഒരു സന്തോഷം കിട്ടിയ സമയമാണ്. ജീവിതത്തിൽ ചെയ്യാൻ പറ്റാവുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്ത കാലഘട്ടം. അത് ഈ കർപ്പൂരാദി സഹസ്രകാശം നടത്തി. പിന്നെ മൂപ്പരുടെ നമ്പർ പണി വയ്ക്കുമ്പോൾ എന്താ വേണ്ടതെന്ന് വയ്ക്കുമ്പോൾ അതിരുദ്ധം നടത്താം. അത് പറ്റുള്ളൂ, അങ്ങനെ പറ്റായില്ല, അപ്പം പറഞ്ഞോളൂ. അപ്പോൾ അത് 121 നമ്പൂരായി വേണം. ഇവരൊക്കെ സ്പെയറും വേണം. കുറച്ച് ഈ വിലകൾ വന്നു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പോയി കുടുംബത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുടെ വർഷമാവും. അപ്പോൾ അതും കൂടി കൺസിഡർ ചെയ്തിട്ട് 121 ഇടയ്ക്ക് 175, 160 വരെ ആൾക്കാരെ നമ്മൾ വരുത്തിക്കണം ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്പരിപ്പാടിനുള്ള ധൈര്യമായിരുന്നു എനിക്ക്. ആൾക്കാർക്ക് മൂപ്പര് സ്ട്രോങ് ആയിട്ട് പറഞ്ഞു. എനിക്കധികം പറയേണ്ടി വരില്ല. തലേ ദിവസം എല്ലാവരും മീറ്റിംഗ് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും മീറ്റിംഗ് വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ വന്നാൽ ഇവിടുത്തെ ചെറ്റയാണ് അല്ലേ, അങ്ങനെ ഇവിടുത്തെ ചെറ്റയാണ്. ഇവിടെ രാവിലെ ചായ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി ഇല്ല. രുദ്രം കഴിഞ്ഞല്ലാണ്ട് ഒരാൾക്കും ഒരു ഗ്ലാസ് ചായ കിട്ടില്ല. അത് ചെയർമാൻ പറഞ്ഞല്ല, എൻ്റെ തീരുമാനമാണ്. അതിൽ എനിക്ക് നമ്മൾ സമയം. അപ്പം അത് കഴിഞ്ഞു. എനിക്ക് പറയേണ്ടി വന്നില്ല. ആദ്യം പറയുമ്പോൾ നമ്മൾ അവർക്കനുസരിച്ച് പറയും. ഒരു കാര്യം ഒരു സംഗതി വായസങ്ങൾ കേടുവന്ന മോനാന്ന് വിളിച്ചാൽ ഉറപ്പാണ് ചെയ്ത് കേൾക്കുന്നു. ഇങ്ങനെയാണ് പായസം ഉണ്ടാക്കുന്നത് എന്നോട് ചോദിക്കും. ഞാനല്ല പായസം ഉണ്ടാക്കുന്നത് അദ്ദേഹത്തിന് അറിയാം. എനിക്ക് പായസം ദൈവം ഞാനാണോ പായസം ഉണ്ടാക്കുന്നത് ചോദിക്കാനും എനിക്കറിയാം. രണ്ടാളും ചോദിക്കില്ല, കേൾക്കില്ല. സംഗതി മനസ്സിലായി. അത് പറ്റിയില്ല. എന്താ ഉദ്ദേശിച്ചെന്നാണ് നമുക്ക് മനസ്സിലായി. അതും ചരിത്രത്തിൽ അങ്ങനെ ഒരു തന്ത്രി ഉണ്ടായിട്ടില്ല. അതാണ് അന്നത്തെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ കുറിച്ച് ഞാൻ പറയാം. അദ്ദേഹത്തെ പറ്റി ഒരുപാട് തെറ്റായ സമൂഹത്തിൽ ഇന്നും വളരെ ആക്റ്റീവാണ്. ഇങ്ങനെ ആക്റ്റീവാണ്. കാരണം കണിശക്കാരനും പറ്റില്ല. നമ്മൾ ആ പുണ്യം കൂടി അദ്ദേഹം അവിടെ തന്ത്രിയാണ്. അവിടേക്ക് ഒന്നും വരേണ്ട ഒരു ആവശ്യമില്ല. കുറച്ച് ദിവസം വെച്ച് അത്രയും ഒരു ചെറിയ അമ്പലമാണ്. അവിടേക്ക് വന്നാലും മൂപ്പർ ആദ്യം പോയിട്ട് നോക്കുക, ഇതിനുള്ളിൽ കൈയിട്ട് വിഗ്രഹമില്ലേ, അല്ലെങ്കിൽ ഇതിലൊക്കെ മൂപ്പർ കൈയിട്ട് വിൽക്കാതെ നമ്പൂരിനെ അങ്ങനെയൊരു നോക്ക്. തൻ്റെ ദേഹം തന്നെ നോക്കണം. ഇരുന്ന് ഇരുത്തിയാൻ ഇതൊക്കെ ഇട്ട് വേർപ്പിച്ച് തിരിപ്പിച്ചാക്കിയാലാണ് മൂപ്പർ. അത് കഴിഞ്ഞിട്ട് മൂപ്പർ പോകാൻ തിരക്കൊന്നുമില്ല. 1 മണിക്കൂർ കഴിഞ്ഞാലാണ് മൂപ്പർ പൂജ കഴിഞ്ഞ് ഇറങ്ങില്ല. അപ്പോൾ നമ്പൂതിരിമാരെതിര്, കേശാന്തിമാരെതിര്, മാരാമാരെതിര്, പാത്രം തേപ്പാരെതിരെ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. അവർക്കൊക്കെ അവരുടെ ജോലിയായിട്ടാണ്. ഭഗവാൻ വന്ന് അവർ ഇരുന്നത് കൊണ്ടാണ് അവർക്ക് ജോലി കിട്ടിയതെന്നുള്ള ഒരു സമാധാനമല്ല അവർക്കുണ്ടാവണം. കാരണം ഈ മൂപ്പരോട് വന്നിരിക്കാണ്ട് തനിക്ക് ഈ പാത്രത്തേക്ക് ജോലി കിട്ടിയേ ആ വിചാരം അവർക്ക് ഒരിക്കലും ഉണ്ടാവില്ല.
എന്നെ ജോലിയെ ബുദ്ധിമുട്ടിക്കുമെന്നുള്ള എനിക്കാണ് അത് അവർ ജോലിയുടെ ഭാഗമായിട്ട് എടുക്കണം. ഇതല്ല. അല്ല. ഇത് ഈ ഇതിലെ ഐതിഹ്യമാലയിലൊരു ഇതിന്റെ സന്ദർഭമായിട്ട് പറയട്ടോ. ഐതിഹ്യമാലയിലൊരു കഥയുണ്ട്. ഈ നാട്ടില് മഴ പെയ്തില്ല, ഒരു ഒറ്റ വേനൽക്കാലം, ഒരു തുള്ളി വെള്ളമില്ല കുടിക്കാൻ ഇല്ല. അത് ശക്തൻ തമ്പുരാന്റെ ഭരണകാല കേട്ടിട്ടുണ്ടോ? നിങ്ങൾ വായിച്ചിട്ട് പോകുന്നത്. അപ്പൊ ആരോ ഇവര് പോയി പറഞ്ഞു, ഇവിടെ ഒരു വരുണ യാഗം ചെയ്താൽ വെള്ളം മഴ പെയ്യും ഉറപ്പാണെന്ന് പറഞ്ഞു. ഓ അതിനെന്തായാലും ഏർപ്പാടെന്നൊക്കെ കിട്ടി. 11 ദിവസം ജപം, വരുണ ജപം. 11 ദിവസം വരുണ ജപം ചെയ്താൽ എത്ര ആള് ഇത് ജപിച്ചാൽ മഴ പെയ്യുന്നു പറഞ്ഞു. അപ്പൊ അദ്ദേഹം ശക്തനോടായി പറയണേ. ശക്തൻ പറഞ്ഞു, എന്നാൽ അതിന്റെ ഏർപ്പാട് ചെയ്തോളൂ, നമുക്ക് എങ്ങനെയാണ് വെള്ളം കിട്ടണം, അതാവശ്യം, അതിനെന്താ ഏർപ്പാട് ചെയ്തോളൂ എന്ന് പറഞ്ഞു. വടക്കുനാഥന്റെ അവിടെയാണ് ഏർപ്പാട്. അവരിത്ര നമ്പൂരിമാരെ കുറിച്ചു. അവര് പറഞ്ഞു ഇത് കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ 11 ദിവസം ജപിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ തുടങ്ങി ഗംഭീരമായിട്ട്. അവർക്ക് എന്താ പറയണതൊക്കെ സൗകര്യം ചെയ്തു കൊടുക്കും. അങ്ങനെ ജപം തുടങ്ങി. അത് തുടങ്ങി ഇങ്ങനെ 10 ദിവസമായി. ഒരു ലക്ഷണമായി. മലയുടെ ഒരു കാറ് പോലൊന്നുമില്ല. അപ്പൊ ഇദ്ദേഹം നാളെ ഉച്ചയ്ക്ക് കഴിയുക, 11ാമത്തെ ദിവസം ഉച്ചയ്ക്ക് ഈ ജപം കഴിയും, എല്ലാവരും പോകും. ഇദ്ദേഹം 10ാം ദിവസം രാത്രിയായപ്പോൾ ഇദ്ദേഹം അവിടെ ചെന്നു. വടക്കാതിൽ ഇവരെല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞു, അതെ നമ്മളിപ്പോൾ തുടങ്ങിയിട്ടിപ്പോൾ 10 ദിവസമായി, നാളെ ഉച്ചയോടുകൂടി എല്ലാം കഴിയണം. നിങ്ങൾക്ക് എന്തെങ്കിലും കുറ്റമോ കുറവോ എല്ലാം ഉണ്ടെങ്കിൽ പറയണം. ഇനി ഇതേവരെ എല്ലാം ഉണ്ടാകും. എനിക്ക് ഒന്നുമില്ല, ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. പക്ഷേ 11 ദിവസം ജപിച്ചു കഴിഞ്ഞിട്ട് മഴ പെയ്തിട്ടില്ല. നാളെ 11 അങ്ങനെ കഴിയണം. അപ്പം അന്ന് പെയ്യണം മഴ. നാളെ മഴ പെയ്തില്ലെങ്കിൽ ഒരാളും കഴുത്തോടു കൂടി പുറത്തേക്ക് വിളിക്കാറ്. ശക്തനാ പറയണം. തല ഉണ്ടാവില്ല ആർക്കും. ശക്തനാ പറയണം. അപ്പോൾ ആൾക്കാരൊക്കെ അത് സംഭവിച്ചു. ഇനി എന്താ വേണ്ടത് ശരി, എന്നിട്ട് പോയി നമുക്ക് നാളെ കാണാം എന്ന് പറഞ്ഞ അദ്ദേഹം പോയി. ഇവര് തമ്മിൽ എന്തോ ചെയ്യാപ്പോ ഓരോരുത്തരും പെൺകുട്ടികളെ കല്യാണം കഴിച്ച് കൊടുക്കാൻ പാടില്ല, അവിടെ മകനില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും കാശ് കിട്ടുള്ളൂ വെച്ചിട്ട് ദക്ഷിണ വെച്ചിട്ട് വന്നതാണ്. ഇവിടെ വന്നപ്പോൾ ഇത് വലിയ കൊല്ലാപ്പായി എന്താ ചെയ്യാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ. അന്ന് രാത്രി ഇവർ ഉറങ്ങിയില്ല. മാത്രല്ല രാവിലെ കുളിച്ചിട്ട് ഒരു ജപണ്ടായിട്ടുണ്ട്, ഉള്ളിൽ ചുട്ടുള്ളൊരു ജപണ്ടായിട്ടുണ്ട്. ഈ 10 ദിവസമല്ല, അന്ന് ഉച്ചയ്ക്ക് എവിടുന്ന കാറും എന്താ ശല്യ പേര് മഴ. ഇതിൽ വെള്ളമല്ല, അന്ന് രാവിലത്തെ ഒരു ജപം ഉണ്ടായിട്ടുണ്ട്. ഈ 10 ദിവസം ജപമല്ല ജപം. അതിന്റെ അതെന്താ ഈ പറഞ്ഞത് കർശനായിട്ട് കർക്കശായിട്ട് പറയേണ്ട സമയത്ത് പറയേണ്ട പോലെ പറയണം. എന്നാൽ ഈ പറഞ്ഞ അതുകൊണ്ട് ഇപ്പൊ ആരും അദ്ദേഹത്തിന് ഇതിന് പറയാനില്ല. അത് നാട്ടിന്റെ ആവശ്യമാണ്. ഇതേപോലെ ക്ഷേത്രത്തിന്റെ ഒരു വീട് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ കാര്യമല്ല പറയണത്, ക്ഷേത്രത്തിലെ വളരെ കാര്യങ്ങളിൽ വളരെ കണിശ. ഇപ്പൊ പിന്നെ കാലോചിതമായിട്ടും ചില ഗവൺമെന്റ് ഇടപെടലൊക്കെ ആയിട്ട് ചില മിനിസ്റ്റർ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ പറയില്ല. പക്ഷെ എന്തായാലും അത് നേരിട്ട് സംസാരിക്കാൻ തന്നെ ഉദ്യോഗസ്ഥന്മാർക്കായാലും അഡ്മിനിസ്ട്രേറ്റർമാർക്കായാലും വാര്യന്മാർക്കായാലും വേണ്ടില്ല ഒക്കെ പേടിച്ചിട്ട്. ഞാൻ മൂപ്പര് ഫോട്ടോ എടുത്തു. ഞാനത്തെ ഫോട്ടോ ഇപ്പോൾ അവിടെ ഉള്ളത്. ഫോട്ടോ ഒക്കെ ഇഷ്ടമല്ലാത്ത ആളാണ് മൂപ്പര്. ഞാൻ മൂപ്പര് രാമനമ്പൂരിന്റെ മോന്റെ കല്യാണത്തിന് അവിടെ പോയപ്പോ ഈ മൂപ്പര് ആ മനക്കില് അവിടുന്ന് വെടിവട്ടം പറഞ്ഞിരിക്കുക മൂപ്പര ടീം. ഞാൻ അങ്ങനെ പേടിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് അന്ന് ടെയിലൊന്നും അത്ര വലുതല്ല. അടുത്തേക്ക് പോയിട്ട് ഇങ്ങനെ പിടിച്ച് മൂപ്പര് ഫോക്കസ് ചെയ്യാനെന്നൊക്കെ ഇവർക്ക് അറിയാം. മൂപ്പര് മൈൻഡ് ഒന്നുമില്ല. അപ്പൊ എന്തോ ഇങ്ങനെ ആ ഫോട്ടോ കൊടുക്കുള്ളൂ അയാൾ അങ്ങനെ നോക്കുക. അപ്പൊ അയാൾ കൊടുത്തു ഇങ്ങനെ അയാൾ തിരിച്ചു അവര് ഫോട്ടോ കിട്ടി മൂപ്പര. അതാണ് ആ കുട്ടിയുടെ ഫോട്ടോ. അത് തിരുവനന്തപുരം വലുതാക്കിയിട്ട് അവിടെ വെച്ചിരുന്നു ഫോട്ടോ. അപ്പൊ അത്ര കണ്ടീഷനാണ് അദ്ദേഹത്തിന്റെ. ആ കണ്ടീഷൻ അദ്ദേഹത്തിന്റെ കണ്ടീഷൻ കൊണ്ടാണ് ഈ കർമ്മങ്ങളൊക്കെ ഇത്ര വേറൊരു കാര്യം ഈ നമ്പൂരിമാര് മൊത്തത്തിൽ പറയല്ല, മൂപ്പര് ചെയ്യുന്നു. നമ്പൂരിമാർക്ക് ഇത്രയും റെസ്പെക്റ്റും ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് വലിയ പങ്ക് വഹിച്ചാൽ അദ്ദേഹം പറയുമ്പോ അവർക്ക് ആദ്യം ദക്ഷിണ. ഞങ്ങൾ അമ്പലത്തിലൊക്കെ വരുമ്പോ ആദ്യം അവരുടെ ദക്ഷിണ എഴുതി മൂപ്പിന് രക്ഷപ്പെടും തരും. എന്നിട്ട് മൂപ്പര കാര്യം ആദ്യം അവർക്ക് കൊടുത്തിട്ട് മൂപ്പിന് ദക്ഷിണ വാങ്ങിക്കും. ഇതൊക്കെ ചെയ്തില്ല. ഗുരുവായൂർ അമ്പലത്തില് ഗുരുവായൂരുള്ള ദിവസം 1 മണിക്കൂർ ഗുരുവായൂരത്തിന് പുഷ്പാഞ്ജലി ചെയ്യുന്ന ഒരു തന്ത്രി ലോകത്തില്ല. ഇദ്ദേഹത്തിന്റെ യോഗ്യത തന്നെ. 3 മണി 3:30 മണിക്ക് പുലർച്ചെ നീക്കി കഴിഞ്ഞാൽ ഉഷപൂജ വരെ ഇദ്ദേഹം അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും.
ഭഗവാൻ പുഷ്പാഞ്ജലി കൊടുക്കും. വൈകുന്നേരം ആയാലും 3:30 മണിക്ക് സ്വീകരിച്ച് കയറി പോകും. എന്നിട്ട് ചെയ്യുമ്പോൾ എപ്പോഴും എനിക്ക് കയറാം. അങ്ങനെ ചെയ്യുന്നത് അനുഷ്ഠാനുള്ള തന്ത്രിമാരില്ല. ഉപാസനയാണ്. ഉപാസന. അതിന്റെ ഒരു പിന്നെ ഉപാസന. ഇദ്ദേഹത്തിന്റെ അച്ഛൻ 12 കൊല്ലം തന്ത്രി. അച്ഛന്റെ ഏട്ടൻ പരമേശ്വരൻ നമ്പൂതിരിപ്പാടാണ് ഇവിടുത്തെ വലിയ ആൾ. പരമേശ്വരൻ തന്ത്രിപ്പാടിന്റെ അനിയനല്ല ദിവാരം തന്ത്രിപ്പാട്. അപ്പൊ ദിവാരം തന്ത്രിപ്പാടിന്റെ പരമേശ്വരൻ തന്ത്രിപ്പാടിന്റെ ഏട്ടന്റെ മകന. അതെ. അപ്പൊ ആ കാലത്ത് മുമ്പ് ഭയങ്കര ഭയങ്കര തടിയാണ് പരമേശ്വരൻ നമ്പൂതിരിപ്പാട്. ഒരു പരിപാടി ചെയ്യാൻ പറ്റില്ല. അന്ന് നിങ്ങൾക്ക് ഗുരുവായൂർ അമ്പലത്തിൽ ഉത്സവം കഴിയാം, സഹസ്രകലശം, എല്ലാ പരിപാടികളും ചെയ്യാൻ ഭാഗ്യം കിട്ടിയതാണ് അതിനുശേഷം മൂപ്പർ അച്ഛനാ വരും. 12 പിന്നെ മൂപ്പർ വരും. അപ്പോഴും മൂപ്പനെ ചെയ്യും. അങ്ങനെ ടോട്ടൽ 10-30 വർഷം ഗുരുവായൂർ അമ്പലത്തിൽ എല്ലാ കാര്യങ്ങൾക്കും ചെയ്യാൻ ഭാഗ്യം കിട്ടിയാൽ അതിന് പുറമെ ഇത് നമ്മളെ ജോലിയായിട്ട് പ്രൊഫഷനാക്കി എടുക്കാൻ തയ്യാറായ ഈ വിദ്യ മറ്റേ സന്ധ്യ പഠിക്കലൊക്കെ ഉണ്ടായില്ല. ബാക്കിയുള്ള കൂട്ടി വിമർശനമായിട്ട് പറയല്ല. ബാക്കിയുള്ള കൂട്ടർക്ക് ഇതൊരു മെയിൻ സബ്ജക്റ്റ് അവർ തരില്ല. അവരോരോരുത്തരും ഓരോ ജോലിക്ക് പോയി. ചില ബാബ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു, ചില കുട്ടി മാഷുമാരായിരുന്നു. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു അനുഷ്ഠാനമായിട്ട് അവർ വന്നില്ല. അതുകൊണ്ടുള്ള അപാകതകൾ ഇവിടെ പല കാര്യങ്ങളും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം തന്ത്രിയായിട്ട് ഇവരൊക്കെ ദേഷ്യത്തിലുള്ള ഒരു കാരണം അതാണ്. കാരണം ഇവർ ഒരു 10 ഈ ഗ്യാപ്പ് മുതൽ 3 തന്ത്രിമാരെ ദിവാരം നമ്പൂതിരിപ്പാടിന് ശേഷം 3 തന്ത്രിമാർ വന്നിട്ടുണ്ട്. ആ 3 തന്ത്രിമാരും ഈ തന്ത്രവിദ്യത്തിലുള്ള അവരുടെ സംശയങ്ങളൊക്കെ ദൂരീകരിച്ചത് ഈ ഓദിക്കന്മാരോടും അതേമാതിരി ക്ലേശാന്തിമാരോടും ചോദിച്ചിട്ടാണ്. ശരിക്കും പാടില്ല. ഗുരുവായൂർ മേശാന്തി ചാർജ് എടുക്കുമ്പോൾ തന്ത്രി അന്ന് മുഴുവനായിട്ടുണ്ടാവണം. അവർക്ക് ആ മന്ത്രം അറിയുകയും കർമ്മം അവരുടെ ഈ ഒരു ചെവിയിൽ ഈ മന്ത്രം ഓടി കൊടുക്കുന്ന ഓരോ പൂജയും അവർക്ക് ആ മന്ത്രം അറിയുമെങ്കിലും ചെയ്യാനുണ്ട്. അപ്പൊ ഈ 3 തന്ത്രിമാർക്കും ഈ ഇതിൽ വലിയൊരു ഗ്രാഹ്യം കുറ്റം ഭഗവാന്റെ കാര്യമാണ് കുറ്റം പറയാന്ന് വിചാരിക്കുന്നത്. അവർക്ക് ഈ തന്ത്രിമാര് ഈ ഓദിക്കന്മാരെയും ക്ലേശാന്തിമാരെയുമുള്ള ഒരു ചെറിയ അറിവ് ഇവർക്ക് ഉണ്ടായിരുന്നു ആ തന്ത്രിമാർ. അതിൽ ചില അപാകതകളും. അപ്പോൾ ഇദ്ദേഹത്തിന് രണ്ടാമത് ടൈമിൽ തന്ത്രി വന്നപ്പോൾ ഇത് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. അപ്പോൾ 1-2 പ്രാവശ്യം പഠനത്തെ ചെയ്യുന്ന ഈ വിദ്യ എല്ലാം ഇവിടെ പിന്തുടർന്ന് വരണം. അപ്പോൾ അവർക്ക് ആദ്യം ഒരു അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള പോലെ ഇല്ലെങ്കിൽ നിങ്ങൾ പറയണം, നിങ്ങൾ പൂജയെ ഞാൻ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ് അങ്ങനെ തീരുമാനമായി. ആദ്യം ചോദിച്ച് പോവുകയായിരുന്നു. പിന്നെ ഇത് വന്നപ്പോൾ ഇത് കണ്ടപ്പോൾ മൂപ്പർ പറഞ്ഞു. അപ്പോൾ അത് കാരണമായിട്ട് പറയാൻ വയ്യല്ലോ. അപ്പോഴാണ് ഇപ്പോൾ കച്ച വരുമ്പോൾ അത് തീർക്കുക, മറ്റേ ഏകാദശിയുടെ കാര്യം പറയുമ്പോൾ അത് തീർക്കുക, എല്ലാവരും എതിർക്കുക എന്നുള്ള സ്ഥലത്തിൽ കോടതിയും കേസൊക്കെ പോകാൻ കഴിയും. ഈ മൂപ്പര് ഞാൻ ഈ കാര്യത്തൊക്കെ സംസാരിക്കാറുണ്ട്. എന്താണ് ഈ കറ്റയുടെ കാര്യം ചോദിച്ചപ്പോൾ സാധാരണ ഒരു 2 കറ്റി ഒരു കറ്റയ്ക്കാണ് കിട്ടുക എല്ലാവർക്കും. ഇന്നിപ്പോൾ എല്ലാവരുടെ കയ്യിലും സുഭിഷ്ടമായിട്ട് 2 കയ്യിലായിട്ടാണ് കറ്റയ്ക്ക് പോകണം. അപ്പോൾ സ്ത്രീക്ക് 4 അമ്പലത്തിൻ്റെ ഉള്ളിൽ മുഴുവൻ കറ്റ, ഗണപതി അമ്പലം പ്രദക്ഷിണം വയ്ക്കുന്ന കറ്റ വരുന്നത്. അപ്പോൾ ഇത് വൃത്തിയാക്കുക എന്നുള്ളത് വലിയ ബാധിച്ച പണിയാണ്. ഞാൻ പുറമേയുള്ള ട്രാൻസ്പോർട്ട് ജീവനക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. ഭാര്യന്മാർക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ പാരമ്പര്യമായിട്ട് 4 ഭാര്യന്മാർ ഇന്ന് അടുത്ത് 4 മണിക്കൂർ എടുക്കും ഇത് വൃത്തിയാകാം. അതുവരെ ഉള്ളിലേക്ക് നാളേക്ക് പ്രവേശനമില്ല. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞാൽ അത് വേണ്ട, കൊടിമരത്തിന് മുന്നിൽ വെച്ചിട്ട് കുളിച്ചാൽ മതി, അതുകൊണ്ട് അത് തകരാറില്ല. അത് ഇവിടെയൊക്കെ കോടതിയിൽ പോയി മറ്റൊരു പോയി എല്ലാം കോടതി അല്ലേ. ഈ ഏകാദശിയുടെ കാര്യത്തിലും വിളക്കിൻ്റെ ഇതിൻ്റെ കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ നിലപാടല്ല. ഏകാദശിയിലാണ് ഈ ഉദയാസ്തമി മാറ്റിയല്ലോ. ഇത് ഒരുപാട് കാണാനായിട്ട് ഇവിടെ ഭക്തജനങ്ങളുടെ ഒരു ഡിമാൻഡാണ്. കാരണം ഏകാദശി അന്ന് ഈ വെക്കുന്നത് ശരിയല്ല. കാരണം ചിലക്ക് ഇത്ര പൂജ വരും, 18 പൂജയൊക്കെ കഴിഞ്ഞ് കാത്തിക്കൊണ്ട് വലിയ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും അതിനെ സാധാരണ പാരമ്പര്യമായിട്ടാണ് നമ്മൾ വരാണ് മറ്റേതാണ് ആചാരം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നു. ഇദ്ദേഹത്തിന് സംശയം ഉണ്ടായില്ല. ഇദ്ദേഹം പറഞ്ഞത് ആചാരമല്ല, ഉദയാസ്തമ പൂജ മാറ്റാൻ നിയമമുണ്ട്. ഏപ്രിൽ മാസം മെയ് മാസം ഇപ്പോൾ ഉദയാസ്തമ പൂജ ഇല്ല. ഞായറാഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, ഞായറാഴ്ച ഇല്ല.
ഇതൊന്നും ആർക്കും പരാതിയില്ലല്ലോ. വിശേഷാൽ വഴിപാടാണ്. വിശേഷ ഇപ്പൊ ഇതല്ലേ, അതൊരു വഴിപാടാണ്. അതല്ലെങ്കിൽ ഇത് മാറ്റാൻ പറ്റില്ലല്ലോ. പണ്ട് എപ്പോഴും മെയിലൊക്കെ ഞായറാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. ആൾക്കാരുടെ സൗകര്യം അടുത്താണ് ഇതിലൊക്കെ വ്യത്യാസം പറ്റിയത്. അതുപോലൊരു വ്യത്യാസം ഇതിലുള്ളൂ എന്നാണ് മൂപ്പർ. അതിന് പകരമായിട്ട് വ്യാസം നടത്തിയത് ഏകാദശി, ഗ്രാമാസത്തിലെ ഏകാദശി എന്ന് ഈ ഉദയാസനം നടത്തുന്നുണ്ട്. ഇതൊരു വഴിപാടായിട്ട് വന്ന ഒരു സംഗതിയാണ്. ആ വഴിപാട് അയാൾക്ക് നടത്താൻ പറ്റാത്ത കാലത്ത് ദേവസ്വം ഏറ്റെടുത്ത് നടത്തിയ ഒരു വഴിപാടാണ്. മാത്രമല്ല അതിന് പൈസ ഇപ്പോഴും ദേവസ്വം അടയ്ക്കുന്നുണ്ട്. ഈ ഏകാദശി ദിവസം ഉദയാസം പൈസ ദേവസ്വം കൗണ്ടറിൽ അടയ്ക്കുന്നുണ്ട് ഇപ്പോഴും. അതാണ് അങ്ങനെ. ഇങ്ങനെ ഓരോ കാര്യത്തിലും ഒരു വലിയ അധികം ഇവിടെ എന്താ പറയുക ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തർ അനുസരിച്ച് നിൽക്കുമ്പോൾ ഓരോ താല്പര്യങ്ങളൊക്കെ ഉണ്ടാവില്ല എല്ലാവരും. പിന്നെ ഇപ്പൊ കാലോചിതമായിട്ട് ചില മാറ്റങ്ങൾ വരുത്താൻ തന്ത്രി നിർബന്ധിതമായി തീരുന്നൊരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ഇതിലൊന്നും വിശ്വാസമില്ലാത്തൊരു ഭരണകൂടമാണ് ഇപ്പോൾ. കാരണം ഈ വിശ്വാസമുള്ള ആളുകൾ മന്ത്രിയായ അധികം ഓപ്പൺ ഞാൻ വിശ്വാസമില്ല എന്ന് പറയുന്നുണ്ട്. എന്നാലും ശബരിമലയ്ക്ക് പോകുന്നുണ്ട്, അവിടെ തോന്നിയ കാണിക്കുന്നുണ്ട്. വിശ്വാസമില്ലാത്തവർക്ക് എനിക്ക് മന്ത്രിസ്ഥാനം വേണ്ട എന്ന് പറയാനുള്ള ആർജ്യം അവർക്ക് വരില്ല. ഞാൻ വിശ്വാസമല്ല, എനിക്കത് വേണ്ട, എനിക്ക് മറ്റേ വകുപ്പ് വന്നോളൂ എന്നവർ പറയുന്നില്ല. ഈ വകുപ്പ് ഏറ്റെടുത്തിട്ട് മതി, അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. അപ്പം ചില കാര്യങ്ങൾ തന്ത്രിയിൽ ആരായാലും ഒരു പരിധി വിട്ടാൽ നിയമസഭയിൽ അത് പ്രശ്നം വരും. നിയമസഭ പാസ്സാക്കിയിട്ട് തന്ത്രിക്ക് ചെയ്യേണ്ടി വരും ചില കാര്യങ്ങളൊക്കെ. ഇപ്പം ചില വാദ്യക്കാരുടെ കാര്യത്തിലൊക്കെ ആ പ്രശ്നങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ചില കൂട്ടരൊക്കെ വെക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഇതൊക്കെ വെക്കില്ലോ. അതിപ്പോൾ തടുത്തു കഴിഞ്ഞാൽ കോടതി പോയാൽ രക്ഷപ്പെടില്ല. അത് അങ്ങനെ. അപ്പം അങ്ങനത്തെ ചില ഇതുണ്ട്. ഞാൻ ഇപ്പം അതിങ്ങനെ പറഞ്ഞു സാന്ദർഭികമായിട്ട് പറഞ്ഞു. ഇത് കഴിഞ്ഞപ്പോൾ മമ്മിയിൽ അമ്പലത്തിൽ ഓരോ കാര്യങ്ങളും സഹായിക്കാൻ തുടങ്ങി. അന്ന് ഞാൻ ആദ്യം ചെയർമാൻ 3 മാസം കൂടുമ്പോഴാണ് ഇവിടെ ഭണ്ഡാരം കൗണ്ടിക്കുന്നത്. 3 മാസം കൂടുമ്പോൾ 20,000 കിട്ടുക. 3 മാസം ഇത്ര പെട്ടെന്ന് ഇത് ഇത്ര ഓർമ്മിക്കാൻ കാരണം അന്ന് ഈ ഏറോപ്പാടാണ് ഇവിടുത്തെ കമ്മിറ്റി മെമ്പർ, പെർമനന്റ് മെമ്പർ. അവിടെ സാമൂതിരി അനിയൻ പടി അങ്ങനെ കമ്മിറ്റി. അപ്പോൾ അദ്ദേഹത്തിന് പണ്ട് 3 മാസം കൂടുമ്പോൾ ഒരു ഭണ്ഡാരം കൊണ്ടെങ്കിൽ ലഭിച്ചൊന്നും കഴിയില്ല. അപ്പം വിവാഹം തോന്നി ചെയ്യാൻ 3 ടീയെ വേണ്ടെന്ന് പറഞ്ഞു. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യണം. പിന്നെ ഞാൻ വരുമ്പോൾ പോകണമെങ്കിൽ 3 ദിവസമായി മാസത്തിൽ. അങ്ങനെ 3 ദിവസം വരെ ആഴ്ചയിൽ മാസത്തിൽ 3 വരെ. അപ്പോൾ ഇദ്ദേഹം ടീയേക്ക് ടീയെ കിട്ടണം. മറ്റൊരു 6 ദിവസമല്ലേ തൊഴിലാവുകയും ചെയ്തിട്ട് മൂപ്പർ വന്നിരുന്നു. ഇത് 3 ഇതായപ്പോൾ മൂപ്പർ എനിക്ക് ടീയെ എൻ്റെ പരിപാടി വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് പാസ്സാക്കാൻ അധികാരമില്ല. അപ്പോൾ കമ്മീഷണർക്ക് നിങ്ങൾ തന്നോളൂ അയച്ചു. ഇത് അയച്ചപ്പോൾ എന്താ വെച്ചാൽ മിച്ചം കിട്ടിയതുമില്ല, നായുടെ കടിയും കിട്ടിയെന്ന് പറഞ്ഞ പോലെ. കാരണം അവിടുന്ന് എന്താ പറഞ്ഞാൽ അപ്രൂവ് ആയില്ല മാത്രമല്ല നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ കൗൺസിലിങ്. അതിന് ടിയെ കൊടുക്കാൻ വിഷയമില്ല. മാത്രമല്ല എന്തോ ഒരു പഴയ തെറ്റ് പറ്റിയതാണ്. കാരണം ഒരു താക്കോൽ നിങ്ങളുടെ കയ്യിലും ഒരു താക്കോല് ബാക്കി എല്ലാ കാര്യത്തിലും താക്കോലൊന്നും ചെയർമാനും ഒന്ന് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. ഈ താക്കോല് മാത്രം സാമൂഹ്യ കയ്യില്ല. അപ്പൊ അത് ഒരു തെറ്റ് പറ്റിയാന്ന് തന്നെ വിചാരിക്കാം. ആ താക്കോൽ എത്രയും വേഗം പെട്ടെന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ അങ്ങനെയൊക്കെ അങ്ങനെ. ഇപ്പോൾ അതിലേക്ക് ഞാൻ കുറെ ആളോടും കേട്ടു. ഞാനും ചെയർമാനും കൂടെ കളിക്കുകയാണ്. ഇവിടെ അവർക്ക് അധികാരത്തിൽ കൈയിട്ടാണ്. ഒരു കൈയിട്ടില്ല എല്ലാവരും. അങ്ങനെ ഓരോ കാര്യത്തിനും എതിർപ്പ് ഒരു ലോബി എല്ലാവരും പിന്നിലുണ്ടല്ലോ. അതുകൊണ്ട് ഒരു അതുകൊണ്ട് വിഷമിക്കണം കൂട്ടി വിഷമിക്കും. എനിക്കാണ് വിഷമം തോന്നാത്തതുകൊണ്ട് അങ്ങനെ പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ കാര്യങ്ങൾ ഓരോന്നായി വരുമ്പോൾ അതിരുദ്ധം വന്നു. അതിരുദ്ധം നടത്തി കഴിഞ്ഞാൽ എല്ലാ കൊല്ലം അത് മഹാരുദ്രമായിട്ട് നടത്തണം. അതിന് 11 കുറച്ച് 11 കൊല്ലം കഴിഞ്ഞാൽ അതാണ് സാധാരണ മഹാരുദ്രം. ആ മഹാരുദ്രം 11 കൊല്ലം കഴിഞ്ഞാൽ. പിന്നെ അതൊക്കെ നിങ്ങൾ അറിയുന്ന ചെറിയ കാര്യങ്ങൾ. അതല്ല ശരിക്കും ഇവിടെ ചൈതന്യം വർദ്ധിപ്പിക്കാൻ 360 ദിവസം വിഷ്ണുവിനും ശിവനും ഋഗ്വേദം ധാരണമാക്കും. അത് ഒരു അമ്പലത്തിൽ എന്തായാലും പറയാം. എന്താ പേര്? ഋഗ്വേദം കൊണ്ട്
ചൈതന്യ പ്രതിഭ ഏറ്റവും പറ്റിയ സാധനത ഋഗ്വേദം കണ്ട് ചില വിശേഷങ്ങളിലൊക്കെ ചില അമ്പലങ്ങൾ ഋഗ്വേദാരം ഉണ്ടാവും. ഇത് 301 മണിക്കൂർ നേരം വിഷ്ണുവിനും ശിവനും ഋഗ്വേദനും ഒരു അമ്പലമില്ല. മുറ ജപമുണ്ട് ഇവിടെ. ഇതൊക്കെ നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യം അല്ലേ? മുറ ജപം ഒരു പ്രാവശ്യം അല്ല, മുറ ധാര ദിവസമുണ്ട്. അതെ, ഈ മുറജപം ജപം ഒരു പ്രാവശ്യം. അതെ. അല്ല, ഒരു വേദം മുഴുവൻ ഇപ്പൊ ഋഗ്വേദമാണെങ്കിൽ ആ ഋഗ്വേദം കംപ്ലീറ്റ് തിരിക്കുക. അത് 4 മാസത്തിൽ ഒരു ദിവസം, മാസത്തിൽ ഒരു പ്രാവശ്യം. അത് ഇടയ്ക്ക് 2 ദിവസം എടുക്കും. അത് കഴിഞ്ഞാൽ അതുകൊണ്ട് വിസ്തരിച്ചിരിക്കുന്ന പരിപാടിയില്ല, അതും നടക്കുന്നുണ്ട്. പിന്നെ മുറ ജപം, മുറ ഹോമം, 21 ദിവസം നീങ്ങി നിൽക്കുന്ന മുറ ഹോമം ഒരു അമ്പലത്തിലില്ല, ധൈര്യം പറയാം. പിന്നെ 1008 ഇളനീരുകൊണ്ട് ശിവന് മറ്റേ തിരുവാതിരയ്ക്ക് ധാര 1008 ഇളനീരുകൊണ്ട് 1000 നാളികേരം കൊണ്ട് മാമുത്തിന്റെ ഹോമം കർക്കിടക മാസം 34. 1008 കുടം കൊണ്ട് പ്രദോഷത്തിന് ധാര. അത് ധാരണ എണ്ണം കൂട്ടാനുള്ള കാരണം ഞാൻ പറഞ്ഞില്ല. ധാര ചീറ്റ് വരുമ്പോ ശിവൻ അഭിഷേകപ്രിയനാണ്. അഭിഷേകം അത് കൂട്ടാൻ വേണ്ടിയിട്ട് ഓരോന്നിനെ കൊണ്ടുകൊണ്ട് ചൈതന്യം പറയും. ചാർജ് ചെയ്തല്ലേ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഇവിടെ ചാർജ് ചെയ്യാനുള്ള താല്പര്യം ആർക്കുമില്ല. പുറത്തിങ്ങനെ വെടിക്കെട്ടൊക്കെ നടക്കുന്നു. ഇവിടെ അന്ന് അന്നദാനത്തിന് ചില പ്രത്യേകത കുറച്ച് ആൾക്കാർക്ക് ഇതിനൊരു ഈ കാണുന്ന പോലെ ഒരുപാട് ആൾക്കാർക്ക് ഉള്ളോട് ദേഷ്യമില്ല. അത് എന്താ കാരണം വെച്ചാൽ ഈ പ്രസാദം കൂട്ടി കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്പൂരിപ്പാട് അന്ന് കുറച്ച് കണിശ ഇതേപോലെയല്ല, അങ്ങനെയല്ല. പ്രസാദ കൂട്ടൊക്കെ താൻ കഴിച്ചുള്ളൂ. പക്ഷെ ഇവിടെ ദേവന് നിയന്ത്രിച്ച പ്രസാദ കൂട്ട് മാത്രമേ ഞാൻ കൊടുക്കുള്ളൂ. അത് കഴിക്കാൻ പറ്റുള്ളൂ മാത്രം പ്രസാദം നടക്കും. ഈ സാധനങ്ങളുടെ ആൾക്കാർക്ക് കൊടുക്കുന്ന എല്ലാ സാധനവും അത് പച്ചരിശ്ശേരി, ഓരൻ, രസകരം, ഇതൊക്കെ ഭഗവാൻ നിയമിക്കുക. അടുത്ത പേരിലൊക്കെ ആ സാധനമൊക്കെ ഉള്ളിൽ കൊണ്ടുവച്ച് ഭഗവാനെ നിയന്ത്രിച്ചിട്ട് മാത്രമാണ് എന്നുള്ളത്. അധികം നിങ്ങൾ ഹോട്ടലിലേക്ക് ഓരോ കൂപ്പും കൊടുത്തോളൂ, അവിടെ പോയി കഴിച്ചോട്ടെ. പ്രസാദ കൂട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഭഗവാൻ ഇരിക്കണം. നിങ്ങൾ ഭഗവാൻ അല്ലല്ല ഞാൻ 5 കൊല്ലം നിന്നില്ല, ഞാൻ അജയിച്ച് പോകും. എനിക്ക് മതി. അപ്പൊ അത് അങ്ങനെ ചെയ്യാൻ പറയുമ്പോൾ അത് ഞാൻ തിരുമേനി പറഞ്ഞോളൂ, ഞാൻ ചെയ്യാം. അങ്ങനെ ഒരു ഇതൊക്കെ ചെയ്യായിരുന്നു. അങ്ങനെ അതൊന്നും നടന്നു. അതേപോലെ 1000 നാഗങ്ങൾക്ക് ഇവിടെ നാഗപ്പാട്ടും സർപ്പബലി എന്ന് പറഞ്ഞില്ല, ആ നാഗപ്പാട്ടും സർപ്പബലിയൊക്കെ കൊണ്ടു ഞാൻ ഇന്ന് ഗുരുവായൂർ ഈ അമ്മയമ്പലത്തിൽ കാണുമ്പോൾ ഒരുപാട് താന്ത്രിക വിഷയങ്ങൾ എല്ലാ മാസവും ശുദ്ധികളുണ്ട്. ഇവിടെ അയ്യപ്പനും മുരുകനൊക്കെ അതായത് അവരുടെ ശബരിമല സീസണിൽ അയ്യപ്പനും ശുദ്ധി, മുരുകനൊക്കെ മുരുകനെ ശുദ്ധി, അങ്ങനെ ഓരോരുത്തർക്കും ശുദ്ധി കഴിച്ചിട്ട് എല്ലാ 30 തിങ്കളാഴ്ചയും നവകം ശിവന്, 30 വ്യാഴാഴ്ച ഗുരുവായൂരപ്പൻ. ഒരു 3-4 ലക്ഷാർത്ഥങ്ങളുണ്ട്. അയ്യപ്പൻ മറ്റേ തിരുവാതിര മറ്റേ ശിവരാത്രിക്ക് വിഷ്ണുവിനും ശിവനും ഒപ്പമുണ്ട്. അല്ലാതെ ഭഗവതിക്ക് ഇതുണ്ട്. ഇങ്ങനെ ഒരുപാട് നവരാത്രിക്കുണ്ട്. ഇതൊക്കെ നമ്മൾ വന്നതിന് ശേഷം പോകണമെന്നുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ അത് പിന്നീടൊക്കെ ഡിക്റ്റാക്കി മാറ്റി കൊണ്ടുവന്നിട്ടൊന്ന് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അത് ഗവൺമെന്റിന്റെ ആ ഷെഡ്യൂളിൽ പെടുത്തി. അപ്പൊ ആര് വന്നാലും അത് മാത്രമല്ല, അന്ന് ഇവർക്കൊക്കെ ഭക്ഷണം കൊടുക്കാനും ഞാൻ തീരുമാനിച്ചു. അതായത് ഈ നർത്തന കൂട്ടത്തിൽ ഭക്ഷണം നടത്തിയിരിക്കുന്നത് നിൽക്കും. അവർക്ക് ഭക്ഷണം വേണമല്ലോ. അപ്പോൾ പിന്നെ അവർക്ക് താല്പര്യമായി. എല്ലാവർക്കും അവർക്കും ഭക്ഷണം, അവർക്കും സുഖം. 15 ദിവസം ഭക്ഷണമൊക്കെ അവർക്ക് സുഖം. വീട്ടിലേക്ക് മറ്റാൽ വീട്ടിലേക്ക് ഉണ്ടാവും. അതൊക്കെ ആയിട്ടിങ്ങനെ അത് വേറെ ഒരു ഭാഗമാണുള്ളതൊക്കെ. അപ്പോൾ അത് നിർത്താൻ അവർക്ക് ആഗ്രഹമില്ല. പിന്നെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒരു ഇതൊക്കെ കൊടുക്കും. അങ്ങനെയൊക്കെ അതൊക്കെ കാര്യമായിട്ട് ഭംഗിയായി നടക്കണം. അതൊക്കെ ഒരു കാലഘട്ടത്തിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഉണ്ടായില്ല. കാരണം ഇതിനെ തോൽപ്പിക്കാൻ ഒരുപാട് ആൾക്കാർ നടക്കില്ല. എന്നിട്ട് പറയുമ്പോൾ ഈ ശബരിമല അയ്യപ്പൻ്റെ ആയിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ട് ചോദിച്ചു ഇതൊക്കെ പറയാനോ കുഴപ്പമില്ലല്ലോ. ശബരിമല ഇതൊക്കെ അയ്യപ്പൻ സംഘമായിട്ട് ഞാൻ നല്ല ബന്ധത്തിലായിരുന്നു. ഞാൻ ചെയർമാനായി കഴിഞ്ഞപ്പോൾ അവരുടെ ബന്ധത്തിൽ ചെറിയായിട്ടൊരു തടസ്സമാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. ഞാൻ മനസ്സിലാക്കുന്നു അതിൽ ചില കൂട്ടത്തിൽ കമ്മിറ്റി മെമ്പറാവാൻ ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടുള്ള ദേഷ്യം അല്ല. ഞാൻ അവരോട് ഇങ്ങനെ മര്യാദക്ക് കിടക്കാൻ കൂടുതലല്ല. ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ വെറുതെ കൽപ്പിച്ചിട്ട് പണ്ടൊക്കെ പിരിവിൻ്റെ ഉള്ളിൽ വെച്ചില്ല. അയ്യപ്പൻ
മമ്മിലമ്പലത്തിൽ കയറി ഇരുന്നിട്ടാണ് ഇത് നടത്തുക. ആദ്യം വന്നതിന് മുമ്പേ അതിന് മുമ്പേ അത് ആ സ്വാമി വേറെ അമ്പലത്തിൽ ജീർണോദ്ധാരണ സ്വാമി. ഇവിടെ പുറത്ത് ശബരിമല സീസൺ ആയാൽ തന്നെ അയ്യപ്പൻ സംഘത്തിന് കുറച്ച് ആൾക്കാർ വന്നിട്ട് അവിടെ എഴുതി പിരിക്കും. അങ്ങനെ അപ്പൊ ഞാനത് എനിക്കറിയാത് ശരിയല്ല എന്ന് അറിയാൻ പറ്റുന്നാലും അത് നമ്മളായിട്ട് നിർത്തി എന്നുള്ള ചീത്തപ്പേര് വേണ്ട വെച്ചിട്ട് ഞാൻ ആ കണ്ടിന്യൂ തൊട്ടേ എന്നുള്ളൊരു ലെവലിലാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഹൈക്കോടതിയിൽ ആരോ ഒരു സൂട്ട് കൊടുത്തു. ഈ അമ്പലങ്ങളിൽ നടക്കുന്ന ഇത്തരം തെരുവുകളിൽ കമ്മിറ്റിയും ദേവസ്വം തമ്മിൽ ഒത്തിട്ട് പല തിരുമലികളും ചെയ്യുന്നില്ല. അതിൻ്റെ അക്കൗണ്ടിങ് നമുക്ക് കറക്റ്റല്ല എന്ന് പറഞ്ഞിട്ട് ചില ആരും ഇവിടുന്ന് കൊടുത്തല്ല, ആരും കൊടുത്തപ്പോൾ ഹൈക്കോടതിയുടെ ഡയറക്ഷൻസ് വന്നു. ഒരു അയ്യപ്പൻ മടക്ക എന്ന് പറഞ്ഞ നടത്തുന്ന കാര്യത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസറും ഇതിൻ്റെ പ്രസിഡന്റും ജോയിന്റ് അക്കൗണ്ട് വേണം. ആ ജോയിന്റ് അക്കൗണ്ട് ആ പർപ്പസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി വരുന്ന പൈസ ദേവസ്വത്തിലേക്ക് വരണം. ഇങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് പണി മുന്നിൽ 2-3 കാര്യങ്ങൾ പറഞ്ഞു. ഇത് കഴിഞ്ഞപ്പോൾ ഇത് ഇവരോട് സംസാരിച്ചപ്പോൾ ഞങ്ങൾ ഇവിടെ വർഷങ്ങളായിട്ട് പിരിക്കലാണ് എന്നൊക്കെ പറഞ്ഞ ഒരു ജാട. അങ്ങനെ ജാടയ്ക്ക് നമുക്ക് അത്രയൊക്കെ അറിയാം ഈ ജാടക്കാരൊക്കെ. അപ്പോൾ എനിക്ക് തല്ലുകൂടം പോണപ്പോഴതല്ല, നിങ്ങൾ ഈ പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല എന്ന് എനിക്കറിയാം. കാരണം നമ്മുടെ അമ്പലത്തിന് തൊട്ട് മുമ്പിൽ സ്വന്തമായിട്ട് വാർപ്പ് ബില്ലിങ്ങുകൾ കൂട്ടാണ് നിങ്ങൾ. ഒരു കമ്മീഷൻ വന്ന് ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനാ അവിടെ പോയിരിക്കണം, നിങ്ങൾക്കൊരു സ്ഥലമില്ലെന്ന് ചോദിക്കും. അത് എനിക്കറിയാം, അത് കോമൺ സെൻസേ വേണ്ടു. പക്ഷെ അത് നമ്മൾ ചെയ്യുന്നില്ല. ആരെങ്കിലും നാളെ വന്നാൽ അത് ഉണ്ടാവും. അപ്പം ഞാൻ ഇപ്പം നിങ്ങളോട് പറയുന്നു, ഈ അന്നദാനത്തിൻ്റെ മുഴുവനായ എക്സ്പെൻസ് ദേവസ്വം വഹിക്കാം. നിങ്ങൾ 30 രൂപ വാങ്ങിക്കാം എന്നൊരു ഓഫറും കൊടുക്കാം. പക്ഷെ അവരാ രൂപയെ ആവശ്യമില്ല. പിന്നെ ഞാൻ പോയതിനു ശേഷം ആരോ കേസ് കൊടുത്തു, അവർ വെറുതെ പുറത്തേക്ക് കൊടുത്തു. ഗുരുവായൂരും താലപ്പൊലിക്ക് അമ്പലത്തിനുള്ള പിരിവുണ്ടായിരുന്നു. അതങ്ങനെ അതിപ്പോൾ സ്വാമിയെ വെച്ചിട്ട് വേറെ കാര്യം എനിക്ക് പറയണ്ടേ. ഇതിനെ സംഭവിപ്പാണ് പറയുമ്പോഴാണ് ഇവിടെ വാരം കേട്ടില്ലേ? വാരം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന്മാർക്ക് അമ്പലത്തിനുള്ളിൽ നിന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഒരു വാരം എന്ന് പറയും. ആ ബ്രാഹ്മണന്മാർക്ക് മാത്രമേ അമ്പലത്തിനുള്ളിൽ നിന്നിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ കീശാന്തിമാരുടെ വാരം, ഇമ്രാന്തിയുടെ വാരം ഒക്കെ വളരെ കേമാണ്. എല്ലാം കല്യാണ സദ്യ പോലെയാണ്. അപ്പോൾ ഇതെന്താ വെച്ചാൽ നമ്പൂരിപ്പാൻ്റെ അടുത്തേക്ക് ഒരു ദിവസം വന്നു. ഈ ഇമ്രാന്തിയുടെ വാരത്തിൻ്റെ അന്ന് ഇമ്രാന്തി വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ തന്നെ പറഞ്ഞു. കാരണം എൻ്റെ വാരാണെന്ന് കേമാണ്, നമ്പൂരിപ്പാടുണ്ടെങ്കിൽ അത് മുഴുവൻ അവളൂ എന്നൊക്കെ പറഞ്ഞ് മൂപ്പര് തുടങ്ങുമ്പോൾ ഞാനും ഉണ്ട് അവിടെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ വരുന്നോണ്ടിക്ക് വിരോധമില്ല, പിന്നെ അവിടെ വാരം നടക്കില്ല. അതെന്താ ചെയ്യുക? അവിടെ ഭക്ഷണം കഴിക്കാൻ വയ്യ അറിയാത്ത ബ്രാഹ്മിൻസാണ് അവിടെ ഒന്ന് ഭക്ഷണം കഴിക്കുന്നത്. അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ അറിയണം. ഇവരിപ്പോൾ കുട്ടികളും മക്കളും മരുമക്കളും ഒക്കെ വന്നാൽ അവർ കുട്ടിയിൽ വരിക, അവർക്കൊന്നും അമ്പലത്തിൽ ഊണ് കഴിക്കുന്നതെന്ന് അറിയില്ല. ഇച്ചിരി പാടില്ല. അമ്പലത്തിലുള്ള ഒരു വാലിനൊക്കെ ഇങ്ങനെ പിടിച്ച് അറിയിക്കാൻ പറ്റില്ല. അമ്പലത്തിൽ ഊണ് കഴിക്കാൻ ശീലം വേണം, ശുദ്ധിയാണ് മെയിൻ. അതുകൊണ്ടാണ് ബ്രാഹ്മണന്മാർക്ക് അവിടെ ആവാന്ന് വെച്ചാൽ. ഇപ്പോഴത്തെ ബ്രാഹ്മണന്മാരല്ല വേറെ. പണ്ട് ഇതിലെ ഈ നല്ല കേമായുള്ള ഇപ്പൊ നമ്മൾ പാർട്ടിയൊക്കെ എല്ലാവരും കൂട്ടി കുട്ടികളും മരുമക്കളെ കൂട്ടി പോകില്ലേ, എന്നതുപോലെ ആയിരിക്കും വാരത്തിനെ. വീട്ടിലുള്ള കുട്ടിയൊക്കെ കൂട്ടി പോലെയാണ്, നല്ല സാപ്പാടല്ലേ എന്നാ കഴിക്കുക. അപ്പൊ അവർക്ക് അവർ കുട്ടിയായിട്ട് പറയില്ല, അവർക്കത് അറിയില്ല. അപ്പൊ ഞാൻ അവിടെ വന്ന് ഇത് കണ്ടാൽ അപ്പോൾ ഈ വാരം വേണ്ടാന്ന് പറയും. അപ്പൊ ഈ വാരം നടക്കണോട്ട് നടന്നോളൂ. ഞാൻ കണ്ടിട്ട് നിർത്തി കണ്ടാന്നില്ല, നിർത്തുന്നില്ല. അതുപോലെ എനിക്ക് ഓർമ്മയുടെ സമയത്ത് അന്ന് ഗുരുവായൂർ അമ്പലത്തിൽ മരത്തിന്റെ പണിക്ക് ഒന്ന് നാരായണാശാരി, ഇവരൊന്ന് നാരായണാശാരി മാനാശാരിക്കുള്ള സ്വീകരണം എനിക്ക് ഓർമ്മയില്. ഇങ്ങനെ ഒരു വ്യക്തിയെ പറ്റിയിട്ട് അന്ന് ആർക്കും അറിയില്ല. പക്ഷെ അത് കിട്ടിയിട്ട് അതുപോലെ 4ാമത്തെ ദിവസം അന്നൊക്കെ പെർഫെക്റ്റ് ആണ്. ഞാനിപ്പോ എന്റെ വഴിപാട് മാത്രമല്ല, ഞാൻ അതിനെ വിശ്വസിച്ച് നമ്മളെ കാശ്ശേരി രാധാകൃഷ്ണൻ മാഷ്, ചോലൂർ കൃഷ്ണൻ,
പിന്നെ ഇവിടെ ശ്രീനിവാസൻ മാഷുണ്ട്, അറിയോ? ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് ശ്രീനിവാസൻ മാഷ്. ഈ മമ്മിയെ പറയുന്നതാണ്. പിന്നെ TTK മേനോ, താരക്ക് കല്യാണം കഴിച്ചിട്ട് മേനോ. അവരഞ്ച് ആൾക്കാർ യൂഷ്വലിയെ കാര്യം ചെയ്യുന്നു. അത് നമുക്കെല്ലാം അറിയാൻ വേണ്ടി മരണ കൂട്ടുക, ഇതൊക്കെ അതാണ് വേണ്ടത്. എല്ലാ കാര്യങ്ങളും നമുക്കറിയില്ല, അതിനോട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് തെറ്റുകൾ അധികം അങ്ങനെ പറ്റാണ്ട് പോയി. അപ്പോൾ ഇതിങ്ങനെ നടത്തി വരുമ്പോൾ ഒരുപാട് ഇപ്പോൾ ഞാൻ ഒരുപാട് തല്ലുകൾ കിട്ടുമെന്ന് ഞാൻ പേടിച്ചതാണ്. കാരണം അത് വലിയൊരു സംഭവമാണ്. ഇന്നിപ്പോ മോനത്തെ പള്ളിക്കുമ്പോ അതിന്റെ ഇത് വന്നതൊക്കെ അത് അറിയില്ല. അന്ന് ഉണങ്ങി കിടന്ന ഒരു അമ്പലം എങ്ങനെ ഇത്ര ലക്ഷക്കണക്കിന് കൊടുത്തിട്ട്. ഞാനന്ന് സ്ഥലം വാങ്ങിച്ചത് ഈ കൈലാസത്തിക്കുന്ന സ്ഥലമില്ലേ, ഞാൻ ഉള്ളപ്പോൾ വാങ്ങിച്ച. വാങ്ങിച്ചപ്പോൾ ആൾക്കാർ ഇങ്ങനെ അന്വേഷിച്ച് വരും വാങ്ങിക്കാൻ. അപ്പോൾ ഞാൻ നിങ്ങൾ നടന്നിട്ട് ഇത്ര വശമായി പോകും, ഒന്നും പറയുന്നത് പറയില്ല. നിങ്ങൾ മൂന്നാമത് വന്നു കഴിഞ്ഞാൽ അത് വാങ്ങിക്കില്ല. കാരണം ഒരു ഫാൻ വാങ്ങിയാൽ ഒരു ഫാൻ ഫ്രീ. അപ്പോൾ അങ്ങനത്തെ കാലമാണ് ഈ പ്രത്യേകിച്ച് ഭൂമി കെട്ടിട്ടുണ്ടാവും. സുഖിയനുണ്ട്, പരിപ്പോട സുഖിയൻ. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പൊ നിങ്ങളെ അപ്പൊ അതിന് നടക്കാറില്ല, അത് നടക്കില്ല. ഞാനതിന് പറ്റില്ല. ഒരു കാര്യം സ്ഥലം വാങ്ങിക്കണം, ഞങ്ങൾക്ക് സ്ഥലം വേണ്ടത് ആവശ്യമാണ്. ഇപ്പോഴത്തെ സ്ഥലം വേണ്ടെന്നാ പറഞ്ഞില്ലേ? ആ പടിഞ്ഞാറ് വശത്താണ് കുറച്ചുകൂടി ഒരു 2 ആന നിൽക്കാവുന്നതിന് ലേശം കൂടി ഈ സ്ഥലം നിങ്ങൾ വാങ്ങിച്ചാൽ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിൻ്റെ സ്ഥലം നെഗോഷിയേറ്റ് ചെയ്യും, വില നെഗോഷിയേറ്റ് ചെയ്യാൻ നിങ്ങൾ 10 പേരും കൂടി പോയിട്ട് അവരോട് പരമാവധി പ്രൊസീജിട്ട് പരമാവധി വില ലേബന് വേണ്ടി പരമാവധി വില കുറച്ചിട്ട് നിങ്ങളുടെ റെക്കമെൻഡേഷൻ ഇത്ര വിലയ്ക്ക് വാങ്ങിക്കുന്നത് നല്ലതാണെന്ന്, അല്ലെങ്കിൽ ദേവസ്വം വേറെ വല്ലതും വാങ്ങിച്ച ദേവസ്വം വേറെ വാങ്ങിച്ചു എല്ലാം നിങ്ങൾക്ക് തോന്നിയതൊക്കെ ഉണ്ട് എഴുതിയിട്ട് തരാം. ഞാൻ പറയും അങ്ങനെ നെഗോഷ്യബിൾ പർച്ചേസ് ധാരാളം അനുഭവം. അത് മമ്മി ഗുരുവായൂർ വന്നപ്പോൾ അത് റെഫറൻസ് വരെ വന്നു. മമ്മിയിൽ നമ്മൾ നെഗോഷ്യബിൾ എല്ലാം വേണ്ടത് അത് അങ്ങനെ വാങ്ങിക്കും. ഇവിടെ അന്ന് ഇതില്ല, ജനറേറ്ററില്ല. ജനറേറ്ററില്ലാണ്ട് കെട്ടിമഞ്ഞ് വന്നു. ഓർമ്മയുണ്ടാവുമ്പോൾ കെട്ടിമഞ്ഞുമായ ആ തറയിലൊക്കെ ആൾക്കാർക്ക് അങ്ങനെ ലൈറ്റുമില്ല. തിരികെ വെച്ചിട്ട് ഓർമ്മ. അപ്പോൾ കാക്കശ്ശേരി അവർക്കാണ് ഇതിനൊക്കെ ജനറേറ്ററിനൊക്കെ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങളിങ്ങനെ കണിയിൽ കാര്യങ്ങളൊക്കെ സുതാര്യമാണല്ലോ. അപ്പോൾ ഞാൻ കേരള ഇലക്ട്രിക്കൽസ് ആൻഡ് അലൈഡ് ഇൻഡസ്ട്രീസിനൊക്കെ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനമുണ്ട് ഈ ഇലക്ട്രിക്കൽ ഇതുണ്ടാക്കുന്നതാണ് കേരളം. അവരോട് പറയും, അവർ വന്നിട്ട് നമ്മൾ അവരോട് ടെക്നിക്കൽ അഡ്വൈസ് തരാൻ പറഞ്ഞു. എത്ര എൻ്റെ സാധനം വേണം അവർ ടെക്നിക്കൽ അഡ്വൈസ് വന്നു. പലരോട് ചോദിച്ചു എവിടെയുള്ളത്, ആരെ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യിക്കരുത് ഒക്കെ അവരെ അഡ്വൈസ് കൂടാറും അവരെ ഈ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പഠിച്ചു. കേരള പിന്നെ വേറൊന്നുണ്ട്, ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ട്രാവൻകൂർ ലിമിറ്റഡ്. എന്നിട്ട് 4 പേര് ഫിറ്റ് എന്ന് പറഞ്ഞ സംഘം. ഫിറ്റ് ബോർഡ് കാണും, ഫിറ്റ് അതാണ് ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ട്രാവൻകൂർ ലിമിറ്റഡ്. എന്നിട്ട് ഗവൺമെൻറ് ഉൾപ്പെടെ ഇങ്ങനത്തെ മരത്തിൻ്റെ കട്ടിലും മരങ്ങളൊക്കെ ഉണ്ടാക്കാൻ. അതൊന്നാണ് ആ ലോജിക്കിൻ്റെ എല്ലാ മരം ഉൾപ്പെടെ ഞങ്ങളിപ്പോൾ വാങ്ങിക്കുന്നത്. സപ്ലൈയൊക്കെ വന്നാണ് എണ്ണ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്നോട് ഒരുപാട് ആൾക്കാർക്ക് ദേഷ്യമുണ്ട്. അതുകൊണ്ട് അത് ബേജാറില്ലാണ്ട് ഇന്ന് രാവിലെ 5 മണി 6 മണിക്ക് മമ്മൂരമ്പലത്തിൽ വന്ന് പോകാൻ പറ്റുന്നത് പക്ഷെ ആൾക്കാർക്ക് ഭയങ്കര വിഷമം എന്നൊക്കെ ഉണ്ട്. കാരണം അതൊന്നും എനിക്ക് വലിയ ബേജാറില്ല. നമ്മൾ വല്ലാണ്ട് ഉദ്ദേശിച്ചില്ല. സ്വന്തമായിട്ട് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളെ ചിന്തിച്ചില്ല. അതുകൊണ്ട് പ്രശ്നമില്ല. ഒരുപാട് കുറച്ചൊക്കെ പക്ഷെ ഒരു കമ്മിറ്റ്മെന്റ് ഒരു കാര്യത്തിൽ വന്ന വേണം. അതെനിക്കുണ്ട്, ഏത് കാര്യത്തിലുണ്ട്. അത് മാർക്കറ്റ് നടക്കും. ചില എന്നെ കണ്ട ആൾക്കാർ 3 നോക്കണം കൂട്ടുന്നുണ്ട്. ഞാനിപ്പോൾ പിന്നെ എപ്പോഴും അവിടെ കാണുമ്പോൾ ഇരിക്കുന്നത് ഞാനൊരു സ്വഭാവമാണ്.
താലപ്പള്ളിക്ക് സിനിമയ്ക്ക് ശ്രമിച്ചാല് താലപ്പള്ളി ഞാൻ വന്ന് നോക്കുമ്പോൾ കുറച്ച് ഒരു നാട്ടുകാർ താല്പര്യം നാട്ടുകാർ മുഴുവൻ പെർസെൻറ്റേജ് ഇല്ല. കുറച്ച് താല്പര്യ സംഘം തന്നെ 5 ആൾക്കാർക്ക് എന്ത് ചെയ്യാന്നുള്ളൊരു പരിപാടിയായിരുന്നു. അത് നാട്ടുകാരെ കൊണ്ടുപോയി നല്ലൊരു പങ്ക് ചെയ്യാൻ പറ്റുന്നു. പല വ്യത്യാസം ആക്കാം. ഓരോ വീടും തറവാട്ടിലും ഞാൻ പറയാവുന്നതാണ്. ഒരു തിന്നെണ്ണ അല്ലെങ്കിൽ ഒരു പറ, അതും അല്ലെങ്കിൽ നിങ്ങൾ വരിക. ഇത് മോദി ഏതാ നിങ്ങൾക്ക് പറ്റിയത്. അങ്ങനെ ഞാൻ ഈ തറവമ്പലത്തിലുള്ള നാട്ടുകാർ മുഴുവൻ ചെന്നിട്ട് മഹാരാഷ്ട്രയിലെ എല്ലാം എല്ലാ വീട്ടുകാരെയും എണ്ണയിട്ട് ബന്ധിപ്പിച്ചു, പറയിട്ട് പറ ബന്ധിപ്പിച്ച ആൾക്കാർ അവർ പറ വെക്കാൻ പറ്റും. അവരുടെ ഇൻവോൾവ്മെന്റ് കൂടെ ഉണ്ടാവും. അങ്ങനെ കുറേശ്ശെ മുഴുവൻ ഞാൻ അതിൻ്റെ ആളെന്ന് ഞാൻ പറയില്ല. ഒരു വ്യത്യാസം പറ്റി 1000 പറയുന്ന 1000 പറ വേണമെന്നൊരു വാശി പിടിച്ചിട്ട് പറ്റുമോ നമുക്ക് അന്ന് കത്തിച്ച് ഞാനാണ് ഇവിടെ ആർക്ക് അതിനെയും ഭഗവതിക്കറിയില്ല. എനിക്ക് ഓർമ്മയില്ല 1000 പറയുന്നത്. ഇപ്പൊ 1300 പറയ കൈവരി ഗംഭീരമായിട്ടാണ് നടത്തുന്നത്. അത് അവർ ഓരോ കാര്യം നമുക്ക് കാര്യത്തിൽ ഇടപെടുമ്പോഴും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും കാര്യമാക്കാൻ ഉണ്ടാവില്ലേ. എല്ലാവരും ഒരേപോലെ ചിന്തിക്കുന്ന കൂട്ടാവില്ലല്ലോ. അതുണ്ടാവും. അവരും ഒന്നും വല്ലാണ്ട് ഭാഷയൊന്നും മാറും ചെയ്യാത്ത കാര്യമോ. നമുക്കിപ്പോ ഈ മോണിറ്ററിന് ശേഷമാണ് മറ്റൊരു മോണിറ്റർ ഉണ്ടായിരുന്നത്. മോഹനല്ലേ അത് നമ്മളെ അല്ല മോഹനായിട്ട് ഗൾഫിലായിരുന്നു കുറേ കൊല്ലം. അവർക്കൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അവിടെ. മമ്മിയുടെ അമ്പലത്തിൽ അവിടുന്ന് കിഴക്കോട്ട് പോകുമ്പോൾ മോഹൻ എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് ഒക്കെ ഉണ്ട് അവിടെ. ആനക്കെട്ടിൽ അദ്ദേഹം മമ്മിയുടെ ചെയർമാനായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു കറക്റ്റ് എപ്പോഴും ബാൻഡിലാണ് നടക്കുക. ഗുരുവായൂരുണ്ടാവും എപ്പോഴും. മോഹനായിട്ട് ശേഷം പിന്നെ വന്നത് ആദ്യമായിട്ടുണ്ട്. പിന്നെ അമ്മുവാണ് ഇയാളാവും മറ്റേ ഇയാൾ ശിവദാസൻ 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 അത് മെമ്പറേ മെമ്പറല്ല, എന്റെ ചെയർമാനല്ല. എന്നോട് പറഞ്ഞത് ചെയർമാനാ. അപ്പോഴേക്ക് മോഹനായിട്ട് പോയതോട് പിന്നീട് ചിത്രമൊക്കെ മാറി. ശിവാർക്കും പല കാര്യങ്ങളൊക്കെ അതായത് മെമ്പറും ചെയർമാനും തമ്മിൽ വ്യത്യാസം. പ്രകാശൻ കുഴപ്പമില്ലാത്ത നല്ലൊരു ഇതില് കുറേ കാര്യങ്ങളുണ്ട്. അല്ലാതെ ഒന്നിനും നടപടില്ല. ഒന്നേ നോക്കുന്നുണ്ടോ കിട്ടിയിട്ടില്ലായിരുന്നു. ക്ഷേത്രമായിട്ടൊരു ഇതുള്ളൊരു അതാണ് ഒരു ഒന്നാമത്തെ കാര്യം ശിവന്റെ സ്വത്ത് ഗുരുവായൂരപ്പനൊക്കെ പിന്നെ ക്ഷണിക്കും. ശിവസ്വത്ത് എന്ന് പറഞ്ഞാലേ വളരെ സൂക്ഷിക്കണം. അങ്ങനൊരു ഇത് പറയാറുണ്ട്. ശ്രീരാമേന്ദ്രസ്വാമിയോട് ദ്വാരകയിലും അല്ല അയോധ്യ ഭരിക്കുന്ന കാലത്ത് അവിടെ ഒരു കഥയുണ്ട്. അവിടെ വന്ന് കൊട്ടാരത്തിന് മുമ്പിൽ ഒരു മണി കെട്ടിപ്പോകും. പരാതിക്കാരുണ്ടെങ്കിൽ അത് ഒന്ന് അടിച്ചാൽ അപ്പോൾ പുറത്ത് എല്ലാ കാര്യം ചോദിക്കും. അപ്പൊ അത് മുറിച്ചു കൊടുക്കും. അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ട്. അപ്പൊ ശ്രീരാമസ്വാമിയുടെ കാലത്താണ് അപ്പൊ ഒരു ദിവസം അവിടെ മണി അടിച്ചപ്പോ ഞാൻ വന്ന് നോക്കിയപ്പോ ഒരു നായ വന്നിട്ട് മണി അടിച്ചു. അപ്പൊ അന്നത്തെ കാലത്ത് വീട്ടിൽ അദ്ദേഹത്തിന് അറിയാം. നിങ്ങളെ സംസാരിച്ചു എന്താ പരാതി വെച്ചു. എന്നാ ശാന്തിക്കാരൻ തല്ലി. അവിടുത്തെ ഒരു തിരുമേനി തല്ലി തന്നെ ആവശ്യമില്ല. അതാണ് ചോദിക്കാൻ കഴിയും. അപ്പോൾ എന്തിനാ എന്താണെന്ന് അറിയില്ലല്ലോ. ശരി അടുത്ത ആഴ്ച വരും എന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് ആ തിരുമേനി വിളിച്ച് ചോദിച്ചിട്ട് അമ്പലത്തിൽ ഇങ്ങനെ ഉണ്ടായോ അടിച്ചോ. ഞാൻ ഊണയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊന്ന് വന്നിട്ട് നാളെ തോന്നും. അപ്പൊ ഞാൻ തല്ലിയതാണ്. അത് പാടില്ലല്ലോ. ഒരാൾ ഊണയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളൊന്നും കടിക്കാൻ പാടില്ലോ. തെറ്റല്ലേ. അപ്പൊ ശരിയൊരു നായെന്ന് ചോദിച്ചു പറഞ്ഞു നീ ഊണയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇല എടുത്തോ കടിച്ചോ. അതല്ലേ
അദ്ദേഹം ഊണ് കഴിഞ്ഞ് എണീറ്റ് പോയ ശേഷമാണ് ഞാൻ കടിച്ചത്. കടിച്ചത്. പോരെ ശരി, ഇദ്ദേഹത്തിന് ആദ്യം വരാൻ പറഞ്ഞു. ഇങ്ങനെ ഉണ്ടായി ചോദിച്ചു. അല്ല, ഞാൻ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉപ്പ് എടുക്കാൻ മറന്നു. അപ്പൊ ഞാൻ പോയിട്ട് ആ ഉപ്പ് മുകളിലായിരിക്കും അത് എടുക്കാൻ പോയി. അപ്പൊ നായ വിചാരിച്ചു കഴിക്കുന്നു. കഴിഞ്ഞു. അപ്പൊ അങ്ങനെയല്ല, നായ പറഞ്ഞു. അപ്പൊ അത് ബ്രാഹ്മണന് ഊണേക്ക് ഇരുന്നാൽ ഊണ് കഴിഞ്ഞാൽ എണീറ്റാ പിന്നെ ഉന്നയിക്കാൻ പാടില്ല. അങ്ങനെ ഒരു ഇതുണ്ട്. നായക്ക് ധർമ്മബോധം അറിയാം. നായ പറഞ്ഞു എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ വന്നിട്ട് ഇതിന് ഉന്നയിക്കാൻ പാടില്ല. ആ ഇരുന്നൊരു പട്ടില്ലാതെ കഴിഞ്ഞാൽ കഴിഞ്ഞു പറഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹം എനിക്ക് പോയപ്പോഴാണ് ഞാൻ കഴിച്ചത്. പിന്നെ എനിക്കുള്ളതാണ് ആ അവകാശമുള്ളതാണ്. പോരെ, ഇപ്പൊ ശരിയാണ്. അങ്ങനെ അദ്ദേഹം രണ്ടുപേരെയും കൂടി വിളിച്ചപ്പോ ഈ പകുതി അദ്ദേഹം കുറ്റം ഇദ്ദേഹത്തിൻ്റെയിലാണ് മനസ്സിലായി. കുറ്റച്ചാൽ ഈ തല്ലി ശരിയെല്ലാം മനസ്സിലായി. അപ്പൊ അന്നത്തെ കാലത്ത് ഈ രാജാക്കന്മാരെക്കാൾ മുകളിലാണ് ബ്രാഹ്മണർ. അപ്പൊ അവരെ ശിക്ഷിക്കാറില്ല, ശിക്ഷ വിധിക്കാറില്ല. തെറ്റ് ചെയ്താൽ ശിക്ഷ കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷെ ഇദ്ദേഹം ശിക്ഷ പറയില്ല. അപ്പൊ ചോദിച്ചു, ഇങ്ങനെയാണ് കാര്യം, അതുകൊണ്ട് നീ തന്നെ പറഞ്ഞോ എന്ത് ശിക്ഷ അദ്ദേഹത്തിന് കൊടുക്കേണ്ടതെന്ന് നീ പറഞ്ഞു, ഞാൻ നടപ്പിലാക്കാം. രാജാവിന് നടപ്പിലാക്കാൻ ചെയ്യാറുണ്ട്, പക്ഷെ ശിക്ഷ ഞാൻ ചെയ്യാറില്ല. അതുകൊണ്ട് നീ പറഞ്ഞു ശിക്ഷ വെച്ചാൽ പറഞ്ഞു. നിന്റെ തെറ്റില്ല എന്ന് മനസ്സിലായി, അദ്ദേഹത്തിന് തെറ്റാണെന്ന് മനസ്സിലായി. അപ്പൊ നീ പറഞ്ഞാൽ ഈ നായ പറഞ്ഞു അദ്ദേഹത്തിന് ഇനി അദ്ദേഹത്തിന് ഈ 5 കൊല്ലം കൂടി അവിടെ ശാന്തിക്കാരനായിട്ട് പണി കൊടുക്കണം എന്ന് പറഞ്ഞു. അത് ശിക്ഷയല്ലോ. അമ്പലത്തിൽ ശാന്തിക്കാരനാകാന്ന് പറഞ്ഞ അല്ലേ? അങ്ങനെയല്ല. ഞാൻ ഈ നായയായി പറയാൻ കാരണം ഞാൻ അവിടെ ശാന്തിക്കാരനായിരുന്നു കല്യാണത്തിൽ. അപ്പൊ എന്ത് ചെയ്തു വെച്ചാൽ ഈ തിരി നീട്ടുമ്പോ വിളക്ക് ഇങ്ങനെ തിരി വിരലോണ്ട് ഇങ്ങനെ നീട്ടിയിട്ട് ആ എണ്ണ തലയിൽ തുടങ്ങി. അപ്പൊ അതൊരു ശിവസ്വത്ത് അപകരിക്കലായി. അങ്ങനെ അതിന്റെ ഭാവം കൂടിയിട്ടാണ് ഞാൻ ഈ നായയിൽ വന്നത്. അപ്പൊ അദ്ദേഹത്തിന് 5 കൊല്ലം അവിടെ ശാന്തി ചെയ്ത് കൊടുത്താൽ അദ്ദേഹം അതുപോലെ വന്നോളൂ. അതുകൊണ്ട് അതാണ് ശിവസ്വത്ത് എടുക്കാം. നമ്മളെ മറ്റേ അമ്പലങ്ങളെ പോലെ ഇല്ല, എല്ലാ അമ്പലങ്ങളും അങ്ങനെയാണ്. ശിവസ്വത്ത് പ്രത്യേകം സൂക്ഷിക്കണം. അവിടെ ചെന്നാൽ ഈ ഇരിക്കണം. ചിലർ പഴയ കൂട്ടി ഇരിക്കും. എന്തിനാ ചെന്നു അവിടെ നിന്ന് ഇരുന്ന് കാലിന് മണ്ണ് കൂടി അത് തട്ടി കളഞ്ഞിട്ട് വേണം പോരാൻ. അത്ര സൂക്ഷിക്കണം എന്നാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് ഈ പറഞ്ഞ പോലെ അഭിവൃദ്ധിയാക്കിയിട്ട് അവിടെയുള്ള ഇത് കൊടുത്ത് അങ്ങോട്ട് കൊടുത്തിട്ട് പോരുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമില്ല. ഇഷ്യൂ പ്രത്യേകിച്ച് മമ്മൂര് പോലുള്ള സ്ഥലക്കെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആക്കിയിട്ട് അതിന് ശേഷമാണ് ഈ പറഞ്ഞ പോലെ മഹാരുദ്രവും അതിരുദ്രവും തുടങ്ങിയ ശേഷമാണ് തന്ത്രിപൂജയും അവിടുത്തെ രക്ഷാർച്ചനയും ഈ അകത്ത കാര്യങ്ങൾ വർദ്ധിപ്പിച്ചപ്പോഴാണ് അതിന്റെ പഴയ കാലത്ത് ഒരു പുഷ്പാലിക്ക് പോയാൽ ആ എംബ്രോയിഡറി ഉറക്കെ ചെല്ലും. മാത്രല്ല അദ്ദേഹം വീട്ടിൽ കൊണ്ടു തരും പ്രസാദം. അന്ന് നമ്മൾ ചിലപ്പോൾ പുറത്തു പോയിണ്ടാവും. നിങ്ങളുടെ മകന്റെ പിറന്നാളാണെന്ന് ഞാൻ പുഷ്പാലി ജയിച്ചിട്ടുണ്ട് ഒരു പാവം. എന്നിട്ട് അങ്ങനെ വരുമാനം കിട്ടിയിട്ടാണ് അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് മാറിയിട്ട് ഇപ്പൊ എന്തായി അവിടെ സ്റ്റാഫ് എത്രയുള്ള എളുപ്പമാണോ? മോനേട്ടം തന്നെ അപ്പോയിന്റ്മെന്റ് ഇതാക്കാൻ ഉള്ളത്. ഇപ്പൊ അവർക്ക് അപ്പൊ ആർക്ക് അധികാരം ഇപ്പൊ കോടതിക്ക് ഇരുന്നുകൊണ്ട് ഇപ്പൊ അവിടെ അതിന്റെ കാര്യം എന്താണ്? ഇത്രയേ ഉള്ളൂ. ക്ഷേത്രത്തിന്റെ അകത്ത് ക്ഷേത്രത്തിന്റെ ഒരു കാര്യം വരുമ്പോ അതിന്റെ പരമാവധി തന്ത്രിയാണ്. അത് കോടതി നിശ്ചയിക്കാനുള്ള കോടതി അതിന്റെ പരമാധികാരമാണ്. അത് അങ്ങനെ എത്താനുള്ള ഒരു ഇട വരുത്താതെ കഴിച്ചു വിട്ടാണ് വേണ്ടത് അല്ലേ? എന്തായാലും അങ്ങനെ പുറത്തേക്ക് ഇല്ലാത്ത തരത്തില് കാര്യങ്ങൾ അത് ഇപ്പൊ ഇങ്ങനത്തെ വിവാദമാണെന്ന് വെച്ചാൽ അത് ഈ ഓൺലൈനിലായിട്ടുള്ള കാര്യങ്ങളും സത്യം അറിയാൻ താല്പര്യമില്ലാത്ത എങ്ങനെ കൂടുതൽ ജനങ്ങളുടെ എത്തിച്ചിട്ടുണ്ടോ അതിൽ നേര് പ്രശ്നമല്ല. നേരിയതുള്ളത് ഇപ്പോ ഈ എന്ത് മീഡിയയിലും പത്രങ്ങളായാലും മീഡിയയിലും ഒന്നും നേരെ അറിയണമെന്നൊന്നുമില്ല. ഒരു വിഷയം വലുതാക്കാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വിവാദം ഉണ്ടാക്കാന്നുള്ളതാണ്. ഇന്നിപ്പോ നമുക്ക് ഞാൻ ജനറലായ ചില കാര്യങ്ങൾ പറയാം. നമുക്കുള്ള എല്ലാ അബദ്ധം നമ്മളെല്ലാവരും സന്തോഷത്തിനും സുഖത്തിനും സൗകര്യം ജീവിക്കണം. ഇതല്ലാത്ത കൂട്ടം ആരും ഉണ്ടാവില്ല. എല്ലാവരും അവർ സൗകര്യം ജീവിക്കണം, സുഖമായിട്ട് ജീവിക്കണം. ഇപ്പൊ നമ്മുടെ പ്രവൃത്തികളൊന്നും ഇതിന് അനുബന്ധമല്ല. സുഖം നശിപ്പിക്കുന്ന എല്ലാം നമ്മൾ വായിക്കും. എല്ലാം നമ്മള് എല്ലാ സാധനങ്ങളും വായിക്കുന്ന 90% നമ്മുടെ സുഖത്തിന് ഡിസ്റ്റേബ് ചെയ്യുന്ന സാധനം. ഇവിടെ പോയാല് ഈ മാളിലൊക്കെ പോയാല് വായിക്കുന്ന 90% നമുക്ക് ആവശ്യപ്പെട്ടാണ്. നമ്മള്
ചില പ്രേരണകൾക്ക് വിധേയമായിട്ടുണ്ട് ബൈബിൾ അതൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നുള്ള കാര്യമാണ്. ഇതൊക്കെ നമ്മൾ സുഖം കെടുത്തുന്ന കാര്യങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കില്ല. ഈ ഭൗതികമായ നേട്ടങ്ങൾ പലതും നമ്മൾ കൺട്രോളിലില്ലെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടും. എന്റെ തലമുറ കഷ്ടി കഴിച്ചു കിട്ടും, നിങ്ങളൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടും. അതിന് കറുപ്പ് ഈ നമ്മുടെ ലേബൽ പറയുന്നത് ധർമാർത്ഥ കാമം നോക്കണം. വേറൊരു സുഹൃത്ത് നിങ്ങൾ കിട്ടണ്ട. ധർമ്മം ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് ധർമ്മത്തിനാണ്. ആ ധർമ്മത്തിൽ അധിഷ്ഠിതമായ അർത്ഥമോഹയെ പാടുള്ളൂ. ധർമ്മത്തിന് അധിഷ്ഠിതമായ അർത്ഥമോഹയെ പാടുള്ളൂ. ആ അർത്ഥമോഹത്തിനനുസരിച്ച് കാമമോഹയെ പാടുള്ളൂ. ആ കാമമോഹയെ ഞങ്ങൾ ഈശ്വരത്തിലെത്തിക്കും. ഇന്നെന്താ ചെയ്യണം? ഗവൺമെൻറ് വിട്ടു, വിളിക്കണ്ണനെ വിട്ടു. എങ്ങനെയെങ്കിലും കാശുണ്ടാക്കണം എന്നുള്ള അർത്ഥമോഹം. എങ്ങനെ കാശ് വന്നാൽ അതാണ് അർത്ഥമോഹം വന്നു. എങ്ങനെയും കാശുണ്ടാക്കണം. ഗവൺമെന്റ് വിട്ടപ്പോൾ എങ്ങനെയും കാശുണ്ടാക്കാം. ആ അർത്ഥമോഹം നമ്മൾ കാമത്തെ വർദ്ധിപ്പിക്കും. ആഗ്രഹങ്ങളെ എന്ത് കിട്ടിയാലും നമുക്ക് തൃപ്തിയില്ല. ആ കാമോഹം അതാണ് സമൂഹത്തെ കാണുന്നത്. ഒരു തൃപ്തി ഒരാൾക്ക് നിങ്ങൾ സത്യസന്ധമായിട്ട് പറയാൻ ഏതെങ്കിലും വീട്ടിൽ 99% വീട്ടിൽ ഒരു അസ്വസ്ഥരാണ്. പുറത്തേക്കൊക്കെ വലിയ വേഷം കിട്ടി നടക്കുന്നത് മാത്രമേ ധാരാളം പറഞ്ഞിട്ട് കാര്യം ഇതെല്ലാം എനിക്ക് നിൽക്കുകയല്ലായിരുന്നു. ഇതിന് കാരണം എന്താ? ഒന്നായിട്ട് വീട്ടിലൊന്നും ഒരു കുടുംബ ബന്ധമില്ല. ഞാനിങ്ങനെ വൈകുമ്പോൾ മകൻ മകനെ വെക്കണം മകൾ എങ്ങനെ ഒരു ചില വീടുകളുടെ എക്സെപ്ഷൻ കേസ് ഉണ്ടാവാതിരിക്കാം. ഞാൻ പറയില്ല. ടോട്ടൽ 90% അങ്ങനെ മാറി. കുടുംബം എന്നുള്ള സങ്കല്പം വളരെ കുറഞ്ഞു. ഇന്ന് ഡൈവേഴ്സിന്റെ കാര്യത്തിലൊക്കെ പ്രധാന കാരണം എന്താ? ഒന്നിട്ട് കൺസോളിഡേറ്റ് അതൊന്നും ഇതാക്കാൻ ആരുമില്ല. ഇന്നിപ്പോ ഗുരുവായൂരമ്പലത്തില് 100 കല്യാണം കഴിഞ്ഞാലും 30% സെക്കൻഡ് മാരേജോ ഒക്കെ തന്നെയാണ്. എന്റെ കാര്യങ്ങളുണ്ടോ? ഭാര്യയും ഭർത്താവും ജോലിക്കാരും. നിങ്ങൾ സന്ധ്യനെ പറഞ്ഞു ഒരാഴ്ച കൊണ്ട് 7 കൊല്ലം പ്രേമിച്ച ഒരാഴ്ച കൊണ്ട് ബന്ധം സാധിച്ചൊക്കെ എന്താന്ന് പറയുമ്പോൾ ചായ ഉണ്ടാക്കാൻ ഞാൻ ജോലി കഴിഞ്ഞാൽ ചായ തരാൻ അവിടെ നേരില്ല. അവിടെ വന്നു പറഞ്ഞാൽ അവർ കുട്ടിയാണ്. ഇതിനെപ്പറ്റി പറഞ്ഞ് 2 തർക്കമായതാ. പറയുന്നത് പറയില്ല. അതെന്താ വെച്ചാലേ ഈ സ്നേഹിക്കണത് വിവാഹത്തിന് മുമ്പ് ആണോ ശേഷമാണോ ആ വ്യത്യാസമാണ്. അത് കഴിഞ്ഞാൽ സ്നേഹമില്ല. അവിടെയാണ് ഈ സ്നേഹം ഉടനീളം നിൽക്കണം എന്നുള്ള താല്പര്യം. അതാണ് കിട്ടിയത്. അതാണ് നമ്മളിരിക്കുന്നത്. ഒരു കാര്യത്തിലും ഒരാൾക്കാർക്ക് ഇല്ല. ഒരാൾ പറയും ഈ ചിലപ്പോൾ നമ്മൾ പല കൂട്ടും കുറച്ച് വർഗീയമായിട്ട് പറയുകയാണെങ്കിൽ പല പല എന്താ പറയുക ഇതിനെ കുറിച്ച് പറയാനുണ്ട്.